10 വർഷം മുമ്പുള്ള കേരളമല്ല ഇന്നത്തെ കേരളം. എന്തെല്ലാ മേഖലകളിലും കേരളം പുതിയ നോർമൽ, ന്യൂ നോർമൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. UDFിൻ്റെയും BJPയുടെയും എതിർപ്പ് കാരണം തടസ്സപ്പെട്ടെങ്കിലും കേരളയിൽ പദ്ധതി വരും കേട്ടോ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. സർ, പദ്ധതിയുടെ പേരുമായോ സാങ്കേതിക വിദ്യയുമായോ ബന്ധപ്പെട്ട ഒരു പിടിവാശിയും സർക്കാരിനില്ല. ഈ ബജറ്റിന് ഒരു പ്രസക്തിയില്ല. ഇത് നടപ്പാക്കാൻ പോകുന്ന ബജറ്റല്ല. അടുത്ത 26-27 വർഷത്തിലേക്കുള്ള ബജറ്റ് UDF സർക്കാർ അവതരിപ്പിക്കും. ഇടക്കാല ബജറ്റ് എന്ന കണക്കുകൂട്ടലില്ല. ക്ഷേമമേഖലയിൽ വാരിക്കോരി പണമൊഴുക്കുന്ന പ്രഖ്യാപനങ്ങളാണ്. ഗീർവാണം എന്ന് പ്രതിപക്ഷം, വിമർശനം നിരാശയിൽ നിന്നെന്ന് മുഖ്യമന്ത്രി. സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ: CPMൽ നിന്ന് ശ്രീ VK സനോജ്, കോൺഗ്രസിൽ നിന്ന് ശ്രീ K ശബരിനാഥൻ, BJPയിൽ നിന്ന് ശ്രീ PR ശിവശങ്കരൻ, ഡോക്ടർ BA പ്രകാശ് ഇക്കണോമിസ്റ്റ്, ശ്രീ ജയചന്ദ്രൻ കല്ലിങ്ങൽ ജോയിന്റ് കൗൺസിൽ പ്രതിനിധി. ആദ്യം ശ്രീ KN ബാലഗോപാലിലേക്കാണ്. മിനിസ്റ്റർ, സ്വാഗതം സൂപ്പർ പ്രൈം ടൈമിലേക്ക്. 6ാമത്തെ ബജറ്റാണ്. എല്ലാ തരത്തിലുള്ള അഭിവാദ്യങ്ങളും അതിനോട് അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഈ ബജറ്റ് കേരളത്തിന് ഉറപ്പ് നൽകുന്നത് എന്താണ്? കേരളത്തിന് എല്ലാ മേഖലയിലും ഒരു ഗുണമുണ്ടാകുന്ന, മെച്ചമുണ്ടാകുന്ന, പുരോഗതി ഉണ്ടാകുന്ന ബജറ്റ് എന്നുള്ളതാണ് ജനറലായിട്ട് എനിക്ക് പറയാൻ കഴിയും. അതിനകത്ത് കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർ വരെയുള്ളവരുടെ എല്ലാ കൺസേണും, എല്ലാ സെക്ഷൻ്റെയും, അതിനകത്ത് വരുമാന പരിധിയുടെ അടിസ്ഥാനത്തിൽ നോക്കിയാലും എല്ലാ സെക്ഷൻ്റെയും കാര്യങ്ങൾ പരിശോധിക്കാനും പരിഗണിക്കാനും ചിന്തിച്ചിട്ടുണ്ട്. കൊച്ചു സ്കൂൾ കുട്ടികളുടെ ക്ഷേമ പദ്ധതി മുതൽ അവരുടെ ഇൻഷുറൻസ് പദ്ധതി മുതൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ പോലെയുള്ള വളരെ അസംഘടിതരായ പാവപ്പെട്ട ആളുകൾക്ക് തൊഴിലുറപ്പ് തൊഴിലാളി പദ്ധതി നിർത്തിയതിനെ മറികടന്നുകൊണ്ട് 1000 കോടി രൂപ അതിന് പ്രത്യേകമായി സ്റ്റേറ്റ് ബഡ്ജറ്റിൽ വെച്ചതുൾപ്പെടെ ഉള്ള കാര്യങ്ങളുണ്ട്. വഴിയിൽ അപകടത്തിൽപ്പെട്ട് വീഴുന്ന ആളുകളെ പരിഗണിക്കാൻ വേണ്ടിയിട്ടുള്ള സോഷ്യൽ സെക്യൂരിറ്റി, അവർക്ക് ചികിത്സാ 5 ദിവസത്തേക്ക് കിട്ടുന്നുള്ള പദ്ധതി, ഓട്ടോറിക്ഷയും ടാക്സിയും പോലെയുള്ള മേഖലകളിലെ വളരെ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് അവരുടെ വണ്ടികളുടെ മേടിക്കാനുള്ള പലിശ കുറച്ച് കൊടുക്കുന്നത്, അവരുടെ വാഹനം ഈ വെഹിക്കിൾ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക സബ്സിഡി, അതുപോലെ അവരുടെ ഗ്രൂപ്പ് ഇൻഷുറൻസ് തുടങ്ങിയുള്ള പദ്ധതികൾ, ഹരിതകർമ്മസേനയ്ക്കുള്ള ഗ്രൂപ്പ് ഇൻഷുറൻസ്, ലോട്ടറി തൊഴിലാളികൾക്കുള്ള സംവിധാനം, ഇങ്ങനെ ഓരോ മേഖലയിലും പലതരത്തിലുള്ള പ്രത്യേകതകൾ. കോളേജ് വിദ്യാർത്ഥികൾക്ക്, ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് സൗജന്യമായ വിദ്യാഭ്യാസം, ഇങ്ങനെ ഓരോ മേഖലയിലും പ്രത്യേക കാര്യമുണ്ട്. പ്രായമായ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതികൾ, അങ്ങനെ എല്ലാ മേഖലയിലുമുള്ള കാര്യങ്ങൾ സാമൂഹ്യക്ഷേമ രംഗത്തുണ്ട്. ആശാ, അംഗൻവാടി തുടങ്ങിയവരുടെയൊക്കെ ബേസിക് ആയിട്ടുള്ള അലവൻസ് വർദ്ധിപ്പിച്ചു, പാചക തൊഴിലാളികളുടെ, സാക്ഷരതക്കാരുടെ. അതോടൊപ്പം തന്നെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള സമൂഹത്തിലെ എല്ലാ മേഖലയിലേക്കും ഒരു പരിഗണന കിട്ടാൻ ശ്രമിച്ചു. അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. സാമ്പത്തിക രംഗത്ത് നല്ല വളർച്ച ഉണ്ടാവുകയും ജോലി ഉണ്ടാവുകയും ചെയ്താലും ഇതൊക്കെ പരിഹരിക്കാൻ പറ്റും, വരുമാനം ഉണ്ടാകാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്ന ചില വ്യവസായങ്ങൾ, നമ്മുടെ പ്രധാനപ്പെട്ട ധാതുമണൽ കേന്ദ്രീകരിച്ചിട്ടുള്ള വ്യവസായത്തിൻ്റെ വലിയൊരു മിഷൻ, ഡിഫൻസുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രി, കുടുംബശ്രീ പോലുള്ള മേഖലയിൽ വലിയ തോതിലുള്ള ജോലി സാധ്യത കിട്ടുന്ന പരിപാടി, ഇങ്ങനെ കുറേയേറെ പരിപാടികൾ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ വലിയ ഗുണം ഭാവി കേരളത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. മിനിസ്റ്റർ, അത് മാത്രമല്ല, ഇതൊരു സമഗ്ര ബജറ്റാണ്. ഏതാണ്ട് 3 മണിക്കൂർ നീണ്ട വലിയൊരു ബജറ്റ് പ്രസംഗം, ഒരു ഇടക്കാല ബജറ്റ് എന്നതിനപ്പുറത്തേക്ക് അടുത്ത കുറേ വർഷങ്ങളെ കൂടി കാണുന്ന ഒരു ബജറ്റാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അത് അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവിക വിമർശനങ്ങൾ ഉണ്ടാകുമല്ലോ. ബജറ്റ് എത്രത്തോളം പ്രായോഗികമാണെന്ന വിമർശനത്തോടുള്ള മറുപടി എന്താണ്? ഇത് പ്രായോഗികമാകുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്, നടപ്പിലാക്കാൻ പറ്റുന്നൊരു ബഡ്ജറ്റാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ താല്പര്യം മാത്രമല്ല, ഇത് കേരളത്തിൻ്റെ താല്പര്യമാണ്. സാധാരണ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് വെറും ഒരു ഇലക്ഷൻ സ്റ്റണ്ടാണെന്ന് പറയും. കഴിഞ്ഞ 5 വർഷം മുമ്പ് ഇതുപോലെ പറഞ്ഞു. പക്ഷേ ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വന്നു. ഇത് കേപ്പബിളായിട്ട് ചെയ്യുന്നവരാണ് ഇടതുപക്ഷമെന്ന് ജനം അംഗീകരിച്ചു. അതേപോലെ കേരളത്തിന് വേണ്ടി ഈ കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. അല്ലാതെ ഒരു നടപ്പിലാക്കാൻ പറ്റാത്തൊരു കാര്യമല്ല. അതുകൊണ്ട് കേരളത്തിന് വലിയ ഗുണമുണ്ടാക്കുന്നതും ചെയ്യാൻ പറ്റുന്നതുമാണ്. എന്നാൽ പ്രതിപക്ഷം ദൗർഭാഗ്യവശാൽ ഇന്ന് പറഞ്ഞത് ഇതൊന്നും അല്ല ബഡ്ജറ്റ്, ഞങ്ങൾ 3 മാസം കഴിഞ്ഞ് വേറെ അവതരിപ്പിക്കും. അത് പ്രതിപക്ഷത്തിന് പറയാം. അപ്പോൾ അതിനകത്തൊരർത്ഥമുണ്ട്, ഞങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല, ഇത്രയും പോസിറ്റീവായ കാര്യങ്ങളൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുമാണ് പ്രതിപക്ഷം പറഞ്ഞതിനർത്ഥം. അപ്പോൾ അത് തമ്മിൽ ആ വ്യത്യാസമുണ്ട്, രണ്ടും തമ്മിൽ ആ വ്യത്യാസമുണ്ട്. കാര്യങ്ങൾ നടക്കണം, ആത്മാർത്ഥമായി ജനങ്ങൾക്കൊപ്പം നിൽക്കണമെന്നുള്ളതാണ് ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത്. ഇതൊരു വയോജന ബജറ്റ് എന്നൊരു പ്രത്യേകതയുണ്ട് മിനിസ്റ്റർ. അങ്ങ് പറഞ്ഞതുപോലെ സ്കൂൾ കുട്ടികളുടെ ഇൻഷുറൻസ് മുതൽ വയോജനങ്ങൾക്ക് വരെയുള്ള ക്ഷേമ പദ്ധതികൾ അടക്കമുള്ളവയുണ്ട്. 14,000 കോടിയാണ് ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി ഇതിൽ മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ 500 കോടി
അല്ല ഓക്കെ 500 കോടി കുറയ്ക്കുന്നില്ല. അപ്പോൾ മിനിസ്റ്റർ, ഞാൻ ചോദിക്കുന്നത് നമുക്കിതുമായി ബന്ധപ്പെട്ട് കാഴ്ചപ്പാട് വേണമല്ലോ. നമ്മുടെ കയ്യിൽ പണമില്ല, വിരൽ വരെ കെട്ടിവെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞൊരു ധനമന്ത്രി എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചത്. അല്ല, വിരൽ വരെ കെട്ടിവെക്കുന്നു എന്നുള്ള സത്യവും കൈയും കാലും കെട്ടിയിട്ട് വെള്ളത്തിലിട്ട് നീന്താൻ പറഞ്ഞാൽ എങ്ങനെ നീന്തുമെന്ന പ്രയോഗമാണ് ഞാൻ അന്ന് പറഞ്ഞത്. കാരണം കിട്ടാനുള്ള പണം മൊത്തം വെട്ടിക്കുറയ്ക്കുക, ബോറോയിങ്ങിനുള്ള കൺസെൻറ്റും ഇല്ലാതാക്കുക. എന്നിട്ട് എങ്ങനെ മുന്നോട്ട് പോകും? ഈ 5 വർഷക്കാലം, 4 ഇനി 2 മാസം കൂടെ ആയാലും 5 വർഷമാകും. ഇത്രയും കാലം ഇതിനെല്ലാം സ്ട്രഗിൾ ചെയ്താണ് പോയത്. ഓരോ പ്രാവശ്യവും നമ്മളെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുമ്പോൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് കൂടുതൽ ചിലവാക്കി കൂടുതൽ കാര്യം ചെയ്ത് നമ്മുടെ തനത് വരുമാനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. കിട്ടാനുണ്ടായിരുന്നത് കിട്ടിയെങ്കിൽ 2.5 ലക്ഷം കോടി രൂപയാണ് 5 വർഷം കൊണ്ട് കിട്ടേണ്ടത്. അതിനകത്ത് നമുക്ക് കൊടുത്തു തീർക്കാനുള്ള ബാധ്യത 10-25,000-30,000 കോടി രൂപയുടെ ബാധ്യതയുള്ളൂ. എത്രയധികം പണം നമ്മുടെ നാട്ടിൽ എത്രയോ പുരോഗതിക്ക് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. അത് കിട്ടിയില്ല എന്നുള്ള വിഷമമാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഇനിയിപ്പോഴും പറയുന്നത് അതാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരുടെ റവന്യൂ വരുമാനത്തിൻ്റെ 50% കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നതാണ്. കേരളത്തിൽ അത് 25 ഉള്ളൂ. ബാക്കി 75 നമ്മൾ തന്നെ ഉണ്ടാക്കണം. ഞാനിതാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത് പറയുന്നു, കേന്ദ്രം ഇങ്ങനെ ആർബിട്രറി ആയിട്ട് ഏകപക്ഷീയമായിട്ട് സംസ്ഥാനങ്ങളോട് വിവേചനം കാണിക്കാൻ പാടില്ല. എന്നാലും ആ വിവേചനം ഉണ്ടെങ്കിലും നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അത്രയേറെ കഠിനമായ പരിശ്രമത്തിൽ കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മിനിസ്റ്റർ, ഇപ്പോൾ ശമ്പള പരിഷ്കരണം ഒരു വഴിക്ക്, അതിനൊപ്പം തന്നെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലേക്കുമുള്ള പണമൊഴുക്ക് മറ്റൊരു വഴിക്ക്, RRTS അടക്കമുള്ള അതിനുള്ള വിഹിതം മാറ്റിവെച്ചിരിക്കുകയും ചെയ്യുന്നു. ഇതിനുതകുന്ന തരത്തിലുള്ള വരുമാന വർധന, അതിനുള്ള ഉപാധി എന്താണ് അങ്ങ് അടുത്ത വർഷങ്ങളിലേക്ക് കാണുന്നത്? ഇപ്പം നമ്മൾ വെച്ചേക്കുന്നത് വളരെ റീസണബിൾ ആയിട്ടുള്ള എക്സ്പെൻസേ വെച്ചിട്ടുള്ളൂ. ധനകാര്യ കമ്മീഷൻ്റെ അവാർഡ് ഇപ്പോൾ വരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട അവാർഡായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. നമ്മുടെ വരുമാനം വലിയ തോതിൽ വെട്ടിക്കുറച്ചപ്പെട്ടു. ഇപ്രാവശ്യം ഏറ്റവും ന്യായമായ ഒരു അവാർഡ് വരുവാണെങ്കിൽ തന്നെ നമുക്ക് നല്ല ഇൻക്രീസ് വരും. അതോടൊപ്പം തന്നെ ഓരോ വർഷവും കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പൊതു ഗ്രോത്തിനനുസരിച്ച് നമ്മുടെ വരുമാനവും മറ്റ് ധനാഗമന മാർഗങ്ങളും വർദ്ധിക്കും. അപ്പോൾ അതുപയോഗിച്ച് നല്ലപോലെ ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസം തന്നെയാണ് ഉള്ളത്. അതനുസരിച്ചാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. മിനിസ്റ്റർ, MC റോഡ് 4 വരിയാക്കുക എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നോക്കി. ഇപ്പോൾ ഈ MC റോഡ് ദേശീയപാത തന്നെ എത്ര കാലം നീണ്ടൊരു സ്ട്രഗിളാണ്. MC റോഡ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ദേശീയപാത പോലുമല്ല, അത്രമേൽ ജനനിബിഡമായ ഇടമാണ്. ഇത് സംസാരിച്ച സമയത്ത് ചാനലുകളുടെ ഒക്കെ താഴെ വന്ന കമന്റ് അടുത്ത മഞ്ഞക്കുറ്റിയാണോ എന്നാണ്. ഏത് തരത്തിലുള്ള ഒരു ഇച്ഛാശക്തി വേണ്ടിവരും? MC റോഡിൻ്റെ കാര്യത്തിൽ വളരെ വ്യത്യസ്തമായൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്. MC റോഡ് ആകെ വീതി എടുത്തിട്ടങ്ങ് ആളെ മാറ്റാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. പ്രധാനപ്പെട്ട ടൗണുകളുണ്ട്. ഉദാഹരണം, ഇപ്പം 7 പ്രധാനപ്പെട്ട ടൗണാണ് ചെങ്ങുന്ന് വരെയുള്ളതിൽ. അതിനകത്ത് കൊട്ടാരക്കര എന്ന് പറയുന്ന ആ കൊട്ടാരക്കര ടൗണിൽ ഓൾറെഡി ബൈപ്പാസിനുള്ള സ്ഥലം കണ്ടു. ഈ 7 ടൗണിലും ബൈപ്പാസാണ്. അല്ലാതുള്ള സ്ഥലങ്ങളിൽ പഴയ റോഡ് തന്നെ നിലവിലുള്ള സ്ഥിതി കുറച്ച് വീതിയാക്കാം. ചെറിയ ചെറിയ ജംഗ്ഷനുകൾ ഒന്നുകൂടെ വൃത്തിയാക്കാം. അല്ലാതെ ആകെ അങ്ങ് NH എടുത്ത പോലെ വീതി എടുത്ത് പോകാനുള്ള പരിപാടിയല്ല തയ്യാറാക്കിയിരിക്കുന്നത്. ഇവിടുന്ന് പോകുമ്പം കിളിമാനൂര്, നിലമേല്, ചടയമംഗലം, ആയൂര്, കൊട്ടാരക്കര, പന്തളം, ചെങ്ങന്നൂർ, ഇത്രയും ടൗണുകളും പിന്നെ ചെറിയ 10-14 ജംഗ്ഷനുകളുണ്ട്. അതും ഇടത്തരം ടൗണുകൾ. അവിടെ ബൈപ്പാസ് ഇല്ലാതെ തന്നെ വൃത്തിയായിട്ട് പോകാനുള്ള പരിപാടി. അങ്ങനെ അത്രയും തന്നെ ചെയ്യുന്നതിന് 5000 കോടി രൂപയാവും. ആ ഒരു പദ്ധതിയാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. അല്ലാതെ ഏത് കാണുമ്പോഴും മഞ്ഞക്കുറ്റിയാണെന്ന് പറഞ്ഞിട്ട് ആരും സംശയിച്ചിട്ട് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇതിന് ഏറ്റവും ന്യായമായി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ചെയ്യുന്ന തരത്തിലേക്കാണ് ഇങ്ങനെ പ്ലാൻ ചെയ്തേക്കുന്നത്. ശരി, വളരെയധികം നന്ദി മിനിസ്റ്റർ ഞങ്ങളോട് സംസാരിച്ചതിന്. അദ്ദേഹത്തിന് വളരെ കഠിനമായൊരു ദിവസമാണ്. 3 മണിക്കൂർ നീണ്ട ഒരു ബജറ്റ്, ശേഷം മാധ്യമങ്ങൾക്കൊക്കെയുള്ള ഒരു ഇത്രയും നീളമുള്ള ഇൻ്റർവ്യൂസ്. വളരെയധികം നന്ദി മിനിസ്റ്റർ. ഡോക്ടർ BA പ്രകാശ്, ഈ ബജറ്റ് നോക്കൂ, ഇത്രമേൽ ദൈർഘ്യമുള്ള ഒരു ബജറ്റ് ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാകെ വരുന്നു. ഇത് പ്രാബല്യത്തിനാക്കാനുള്ള ത്രാണി നമ്മുടെ സംവിധാനത്തിനുണ്ടോ, നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്കുണ്ടോ? അല്ല, ഇതിൻ്റെ ഒരു കോൺടെക്സ്റ്റ് ഞാൻ പറയുന്നു. അതായത് നമ്മളിപ്പോൾ കോവിഡ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സമ്പദ്ഘടന വളരെ മോശമാണെന്ന് പറയാനില്ല. പല നിലയ്ക്കും റിവൈവ് ചെയ്തു. നമ്മുടെ മൈഗ്രേഷനും റെമിറ്റൻസും കൂടിയിട്ടുണ്ട്. പല നിലയ്ക്കും നമ്മുടെ വ്യവസായമൊക്കെ നടക്കുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ സർക്കാർ ഇടപെടുന്ന മേഖലകളിലൊക്കെ സർക്കാരിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം പണമില്ല എന്നുള്ളതാണ്. പണമില്ല എന്ന് മാത്രമല്ല, പണം ഇല്ലാത്തതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വളരെ ഗുരുതരമാണ്. ഇപ്പോൾ ഞാൻ 3 കണക്ക് പറയാം. ഇപ്പോൾ 2016 നമ്മളിവിടെ ഒരു ധവളപത്രം പ്രസിദ്ധീകരിച്ചു. അന്ന് അന്ന് ആ ധവളപത്രത്തിൻ്റെ കൺക്ലൂഷൻ എന്താണെന്നറിയാം. ഈ നിലയ്ക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 2021 ആകുമ്പോൾ പിന്നീട് ശമ്പളവും പെൻഷനും മുടങ്ങുന്ന സ്ഥിതിയിലേക്ക് വരും. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ
സർക്കാർ ഇതൊന്നും അഡ്രസ്സ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചില്ല. അതിന് പകരം കിഫ്ബിയിൽ കടമെടുക്കുക, പെൻഷൻ കമ്പനി കടമെടുക്കുക, മറ്റ് ധനതൂർത്ത് പരിപാടികളുമായിട്ട് പോയി ഇത് അഡ്രസ്സ് ചെയ്തില്ല. അടുത്ത് ഈ 2021 വീണ്ടും ഇവിടെ ശമ്പള പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കി. ശമ്പള പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ധനസ്ഥിതി തകരുക എന്നുള്ളതാണ്. അതിനകത്ത് വേറെ മറ്റ് കാര്യങ്ങളില്ല. അതിൻ്റെ ബാധ്യത എന്ന് പറയുന്നത് ആ ശമ്പള പെൻഷൻ അധിക ബാധ്യത ഏതാണ്ട് 25,000 കോടി രൂപയാണ്. അതോടെ തീർന്നു. എന്നിട്ട് 2022 ഡിസംബറിൽ ധനമന്ത്രി പറഞ്ഞത് എന്താണെന്നറിയാം? കേരളം ഇതുവരെ കാണാത്ത ധനപ്രതിസന്ധിയിൽ എത്തി നിൽക്കുന്നു, അൺപ്രസിഡൻറ്റഡ് ഫൈനാൻഷ്യൽ ക്രൈസിസിൽ എത്തി നിൽക്കുന്നു. രണ്ടാമത്തെ സ്റ്റേജ്. അടുത്ത മൂന്നാമത്തെ സ്റ്റേജ് 2023-24 CAG-യുടെ റിപ്പോർട്ട് നോക്കൂ. അതായത് സർവ്വകാല കടമെടുപ്പാണ് ഒരു വർഷം എടുത്തത്. ഒരു വർഷം എടുത്തത് എത്രയാണെന്നറിയാം? 1,00,000-ലധികം കോടി രൂപ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കടമെടുത്തിരിക്കുന്ന വർഷം 23-24 റിസർവ് ബാങ്കിൽ നിന്ന് 225 പ്രാവശ്യമാണ് വേസ് ആൻഡ് മീൻസ് മേടിച്ചത്. ഓവർ ഡ്രാഫ്റ്റ് എടുത്തത് 67%. എല്ലാം താൽക്കാലിക വായ്പ. അപ്പോൾ ഈ എടുത്ത ഇപ്പോൾ 1,00,000 കോടി രൂപ നമ്മൾ കടമെടുത്ത അതേ വർഷം വായ്പ തിരിച്ചടവിന് വേണ്ടി ചിലവാക്കിയിരിക്കുന്നത് ഏതാണ്ട് 75,000 കോടി രൂപയും പലിശയ്ക്ക് 27,000 കോടി രൂപയാണ്. ഈ വായ്പ എടുത്തതിൽ നിന്ന് നമുക്കൊരു മിച്ചം പോലും ഇല്ലാത്ത വളരെ പരിതാപകരമായ സ്ഥിതി. അല്ലല്ല, ഒരു വർഷം നമ്മൾ വായ്പ തിരിച്ചടവായിട്ട് ആ വർഷം അടച്ചിരിക്കുന്നത് 74,000 സംതിങ്ങാണ്. ഇതെല്ലാം CAG-യുടെ കണക്കാണ്. അത് പലിശ ചിലവായിട്ട് അടച്ചിരിക്കുന്നത് സാധാരണ നമ്മൾ പലിശ അടയ്ക്കണമല്ലോ 27,000 ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ധനസ്ഥിതിയുടെ ഒരു ചരിത്രം എന്ന് പറയുമ്പോൾ സ്റ്റഡി ആയിട്ട് നമ്മൾ കടക്കണിയിലും സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ധന ക്രൈസിസിലും എത്തി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഗവൺമെൻറ് ബഹളം കാണിച്ചുകൊണ്ട് കാശില്ല എന്തെങ്കിലും നടക്കുമോ, പണമില്ല എന്തെങ്കിലും നടക്കുമോ? അതാണ് ഇപ്പോൾ നമ്മൾ അതായത് സർക്കാരിന് ഒരു മേഖലയിലും, നിങ്ങൾ ഏത് മേഖല എടുത്തു നോക്കും, സർക്കാരിൻ്റെ ഒരു മേഖലയിൽ അവിടെ എല്ലാം പ്രശ്നമായിരിക്കും. മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ ഒരു ലിഫ്റ്റ് വർക്ക് ചെയ്യാനായിട്ടുള്ള പിന്നീട് പണം കൊടുക്കാൻ ഉള്ള സ്ഥിതിയില്ല. മെഡിക്കൽ കോളേജിൽ ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരാൾ ലിഫ്റ്റിൽ 2 ദിവസം കിടന്നില്ലേ? കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ലേഡി പിന്നീട് ടോയ്ലറ്റിൽ പോയിട്ട് ആ കെട്ടിടം തന്നെ ഇടിഞ്ഞു വീണ് മരിച്ചില്ലേ എന്ന് ഞാൻ പറയുമ്പോൾ വളരെ എസെൻഷ്യലായിട്ടുള്ള ഒരു പേയ്മെൻറ്റ്സ് പോലും നടത്താനായിട്ടുള്ള പൈസയില്ല. ഇത് എല്ലാ മേഖലയിലും അങ്ങനെയാണ്, സർവ്വ മേഖലയിലും. അങ്ങനെ ഈ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി തകർന്ന് തരിപ്പണമായി. ഈ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം. ഈ പ്രശ്നം അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ? ഈ പ്രശ്നം ഇങ്ങനെ സംസ്ഥാന രൂക്ഷമായിട്ടുള്ള ധനപ്രതിസന്ധിയാണ്, അത് ഞങ്ങൾ അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? കുറേ പ്രഖ്യാപനങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ആർക്ക് പ്രഖ്യാപിച്ചുകൂടാത്ത കുറേ അധികം പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട് അതെല്ലാം അത് നടപ്പിലാക്കുന്നത് മുഴുവൻ എപ്പോഴാണ്? 1 ഏപ്രിൽ മുതലാണ്. എല്ലാ പ്രഖ്യാപനവും നടത്തിയിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഞങ്ങളിപ്പോൾ നടപ്പിലാക്കുന്നില്ല. ഇനിയിപ്പോൾ 2 മാസം കഴിയുമ്പോൾ ഇവിടെ ഇലക്ഷൻ വരെയല്ലേ? ഇലക്ഷൻ്റെ മുന്നോടിയായിട്ടുള്ള നിയന്ത്രണങ്ങളെല്ലാം വരെയല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ ഏപ്രിൽ 1 മുതലാണല്ലോ എല്ലാം ശമ്പളം നടപ്പിലാക്കാൻ പോകുന്ന. ഏപ്രിൽ 1 മറ്റ് സർവ്വവും നടപ്പിലാക്കാൻ വെച്ചേക്കുന്ന ഏപ്രിൽ 1 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെറും ഒരു പരസ്യം പോലെ അല്ലെങ്കിൽ ഒരു പ്രചരണത്തിനപ്പുറമായിട്ട് ഈ ബഡ്ജറ്റിന് നമുക്ക് എങ്ങനെ ഗൗരവമായിട്ട് എടുക്കാൻ പറ്റും? ശരി, ശ്രീ വി കെ സനോജ്, സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് എന്ന് എല്ലാ കാലത്തും പറഞ്ഞിരുന്നത് സർക്കാർ തന്നെയാണ്. ധനമന്ത്രി, ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത് അങ്ങും കേട്ടുവല്ലോ, വിരൽ കെട്ടിയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ സാമ്പത്തിക സ്ഥിതി എല്ലാ കാലത്തേക്കാളും മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്ന ഒരു സർക്കാർ ഒരു ഇടക്കാല ബജറ്റ് എന്നാണ് സാധാരണ വിളിപ്പേരെങ്കിലും അവതരിപ്പിക്കുമ്പോൾ വാരിക്കോരിയാണ് പണച്ചെലവ് കാണുന്നത്. ഇത് ഒരു സർക്കാർ ചെലവിലുള്ള അല്ലെങ്കിൽ ബജറ്റ് ദിവസം നിയമസഭയിൽ അവതരിപ്പിച്ച ഒരു പ്രകടന പത്രികയാണോ? മാധു, കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് 10 വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ 10 വർഷവും അവതരിപ്പിച്ച ബജറ്റിൻ്റെ രേഖകൾ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ എന്തായിരുന്നു 10 വർഷം മുന്നേ കേരളത്തിൻ്റെ ഒരു പൊതുസ്ഥിതിയെന്നും ഈ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ഭരണകാലത്ത് അവതരിപ്പിച്ച ബജറ്റ്, ആ ബജറ്റിൻ്റെ എല്ലാം ഭാഗമായിട്ട് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നേടിയിട്ടുള്ള നേട്ടങ്ങൾ സംബന്ധിച്ചും വളരെ സത്യസന്ധമായ നിലയിൽ അതിനൊരു സംവാദത്തിന് തയ്യാറുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ എനിക്ക് മുന്നേ ചർച്ചയിൽ പങ്കെടുത്ത ആൾ പറഞ്ഞല്ലോ, കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരാൾ മരിച്ചുപോയി, അങ്ങനെയെല്ലാമുള്ള ചില കാര്യങ്ങളെല്ലാം മുൻനിർത്തിയിട്ട് കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല എന്നാണല്ലോ പറഞ്ഞത്. എന്നാൽ കേരളത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളെയും സംബന്ധിച്ച് കൃത്യമായ രേഖകൾ ഇവിടെ ഉണ്ടല്ലോ. എന്ത് കാര്യമാണ് കേരളത്തിൽ പറഞ്ഞത് നടക്കാതെ പോയിട്ടുള്ളത്? നേരത്തെ 600 രൂപ ഉണ്ടായിരുന്ന സാധാരണക്കാരന് കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ ഇന്നത് എത്ര രൂപയിലേക്ക് മാറി എന്നത് നമുക്കറിയാലോ. അതിപ്പോൾ 2000 രൂപ ആർക്കെങ്കിലും കിട്ടാത്ത പ്രശ്നമൊക്കെ ഉണ്ടോ?
കുടിശ്ശികയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ? പിന്നെ നിങ്ങൾ ഈ പറയുന്ന സാമ്പത്തിക പ്രതിസന്ധി, ആ സാമ്പത്തിക പ്രതിസന്ധിയുടെ കൃത്യമായ രാഷ്ട്രീയ കാര്യങ്ങൾ സംബന്ധിച്ച് കുറേ കാലമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പം എനിക്ക് മുന്നേ ഈ ചർച്ചയുടെ തുടക്കത്തിൽ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ധനമന്ത്രി സംസാരിച്ചല്ലോ. ധനമന്ത്രി എന്താ പറഞ്ഞത്? 2.5 ലക്ഷം കോടി രൂപ 2.5 ലക്ഷം കോടി രൂപ കിട്ടാൻ ബാക്കിയുണ്ട് എന്നാണ്. അത് കൊടുക്കാനുള്ള പണമെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു വലിയ തുക കേരളത്തിൽ കക്ഷിരാഷ്ട്രീയത്തെ അതീതമായി ഈ കേരളത്തിൻ്റെ വികസനത്തിനാകെ ഉപയോഗപ്പെടുത്തേണ്ട പൈസയാണ്. എന്തുകൊണ്ടാണ് തടഞ്ഞു വെക്കുന്നത്? കേരളത്തോടുള്ള രാഷ്ട്രീയ വിരോധമാണ്. അപ്പോൾ കേരളത്തോട് ഇത്രമാത്രം രാഷ്ട്രീയ വിരോധം ഇങ്ങനെ പുലർത്തുന്ന ഘട്ടത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം ഇത് നന്നായിട്ടുണ്ട്, BJP ഗവൺമെൻറ് കേരളത്തിന് കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്, എന്നാൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള പ്രചാരവേല നടത്താം എന്ന ദുഷ്ടലാക്കല്ലേ ഇവിടെ പ്രകടമാവുന്നത്. നമുക്കിപ്പോ പെട്ടെന്ന് ഈ കേരളത്തോടുള്ള ഈ സമീപനം മാറി പണമൊഴുക്ക് ധാരാളമായി ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? അല്ല, പണം കണ്ടെത്തിക്കൊണ്ടിരിക്കല്ലേ. ഇപ്പം പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സാധാരണക്കാരൻ്റെ അവകാശങ്ങൾ, അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, കേരളത്തിൻ്റെ പൊതുവികസനം എല്ലാം തടഞ്ഞു വെക്കാൻ വേണ്ടി കഴിയുമോ? അപ്പം നിലവിലുള്ള പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് നാം കാണേണ്ടതുണ്ട്. അപ്പം മറ്റ് സംസ്ഥാനങ്ങൾക്ക് അവരുടെ റവന്യൂ വരുമാനത്തിൻ്റെ 50%, മറ്റ് സംസ്ഥാനങ്ങൾക്ക് അവരുടെ റവന്യൂ വരുമാനത്തിൻ്റെ 50% എവിടെ നിന്ന് കിട്ടുന്നത്? കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നതാണ്. എന്നാൽ കേരളത്തിന് കഷ്ടിച്ച് 20% കിട്ടുന്നില്ല. അപ്പോൾ 20% കിട്ടുന്നില്ല എന്ന് ധനമന്ത്രി പറയുന്നത് കള്ളമാണോ? എന്നാൽ പിന്നെ UDFൻ്റെ അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ കക്ഷികൾ ഇവിടെ പറയണം ധനമന്ത്രി കള്ളം പറയുകയാണെന്ന്. അപ്പോൾ ഇതെല്ലാം സംബന്ധിച്ച് കൃത്യമായ രേഖകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നുകൊണ്ടാണ് വളരെ ജനപ്രിയമായിട്ടുള്ള, ജനങ്ങളെ ആകെ ചേർത്ത് പിടിക്കുന്ന ഒരു ബജറ്റ് ഇവിടെ പ്രഖ്യാപിച്ചത്. ഇത് കേവലം പ്രകടന പത്രികയാണോ? ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 9 വർഷമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ പ്രകടന പത്രികയാണോ? ഇപ്പോൾ മുഖ്യമന്ത്രി കുറച്ച് മുന്നേ നടത്തിയ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ട് ചെറുപ്പക്കാരെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് കണക്ട് ജോബ് സ്കോളർഷിപ്പ് 1000 രൂപ കൊടുത്തു തുടങ്ങിയല്ലോ. സ്ത്രീകളെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് 1000 രൂപ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചല്ലോ. ആശാവർക്കർമാരുടെ ഓണറേറിയം കൂട്ടിയല്ലോ. അംഗൻവാടി ജീവനക്കാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചല്ലോ. പെൻഷൻ 1600 നിന്ന് 2000 ആക്കിയല്ലോ. അതെല്ലാം കൊടുക്കാതെ വെറും പ്രകടന പത്രികയുടെ ഭാഗമായിട്ട് മാത്രമായിരുന്നു, അല്ലല്ലോ. അപ്പം അതുപോലെ ഇന്നിവിടെ പ്രഖ്യാപിച്ച എല്ലാ കാര്യങ്ങളും കേരളത്തിലെ ജനങ്ങളെ കണ്ടുകൊണ്ടാണ്. ജനങ്ങൾക്കതിൽ വിശ്വാസമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. പിണറായി വിജയൻ ഗവൺമെന്റ്, ഈ ഇടതുപക്ഷ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതാണ്, ചെയ്ത പാരമ്പര്യം മാത്രമേ ഉള്ളൂ എന്ന് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കക്ഷി രാഷ്ട്രീയത്തെ അതീതമായി കേരളീയ ജനത അംഗീകരിച്ച കാര്യമാണ്. നല്ല ആവേശത്തോടു കൂടി കാണുന്നു എന്നാ കാണാൻ വേണ്ടി കഴിയുക. എന്നാണ് പറയുന്നത്. ഇത് ഞങ്ങളുടെ കോൺഫിഡൻസ് ആണ് എന്നുള്ളതാണ്. അതിനിടയ്ക്ക് പറഞ്ഞൊരു കാര്യം ആശാവർക്കർമാരുടെ ഓണറേറിയം സംബന്ധിച്ചാണ്. ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല എന്നായിരുന്നു ഒരു കാലഘട്ടത്തിൽ പറഞ്ഞത്. പക്ഷെ സന്തോഷം. ശരി, ശ്രീ ശബരിനാഥ്, നോക്കൂ, ഇപ്പൊ ധനമന്ത്രി അടക്കം പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ബജറ്റ് അവതരിപ്പിക്കും എന്ന് ആണ് നിങ്ങൾ പറയുന്നത്. അതായത് ഇത്രയധികം ജനപ്രിയ പ്രഖ്യാപനങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾ പറയുന്നത് ഇതല്ല ബജറ്റ്, ഞങ്ങൾ അവതരിപ്പിക്കും എന്നാണ്. അതായത് നിങ്ങൾ അധികാരത്തിലേറിയാൽ അവതരിപ്പിക്കുന്ന ആദ്യ ബജറ്റിൽ ഈ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഒന്നും ഉണ്ടാകില്ല എന്നാണോ? അല്ല, ആദ്യമേ തന്നെ ഈ ഒരു ബഡ്ജറ്റിൻ്റെ ഇതൊരു സാങ്കേതികമായിട്ടുള്ള ഒരു പക്ഷേ ഒരു കാവൽ മന്ത്രിസഭയുടെ അല്ലെങ്കിൽ ഒരു സർക്കാരിൻ്റെ അവസാന കാവൽ കാലഘട്ടത്തിലുള്ള ഒരു ബഡ്ജറ്റാണ്. നമ്മൾ ഈ ചാനൽ കാണുന്ന ആളുകളുടെ ഒരു അറിവിലേക്കായി ഇപ്പോൾ ഈ ബഡ്ജറ്റ് ഇത് ബഹുമാനപ്പെട്ട മന്ത്രി ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പ്രഖ്യാപിച്ചു. ഇതിനുശേഷം ഈ ബഡ്ജറ്റിൻ്റെ മേൽ ചർച്ചയുണ്ടാകുന്നു. ഈ ബഡ്ജറ്റ് നിയമസഭ ഈ ഫെബ്രുവരി മാസം എനിക്കൊന്ന് 6-ാം തീയതിക്കുള്ളിൽ പാസ്സാക്കുന്നു. ആ പാസ്സാക്കിയതിന് ശേഷം പിന്നെ നിയമസഭ കൂടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഏകദേശം ഒരു 30 ദിവസം കഴിഞ്ഞ് നിയമസഭാ ഇലക്ഷൻ പ്രഖ്യാപിക്കും. അത് കഴിഞ്ഞ് പുതിയ ഒരു മന്ത്രിസഭ വരും. അത് പൂർണ്ണമായും നമുക്ക് വിശ്വാസമുണ്ട് UDFൻ്റെ ഒരു മന്ത്രിസഭയാണ്. അപ്പോൾ ആ മന്ത്രിസഭ മാനിഫെസ്റ്റോയിൽ പറയുന്നതനുസരിച്ചിട്ടുള്ള ഒരു പുതിയ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തുള്ള നല്ല അംശങ്ങൾ നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവരും. എന്ന് മാത്രമല്ല, വികസനം ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആണല്ലോ. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ നന്നായി ചെയ്യുവാനുള്ള കാര്യങ്ങൾ ചെയ്യും. ഈ ഒരു ബഡ്ജറ്റിൽ എനിക്കൊരൊറ്റ ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ. ഇന്ന് ധാരാളം പ്രഖ്യാപനങ്ങൾ നടത്തി, കുറേയേറെ നല്ല പ്രഖ്യാപനങ്ങളുണ്ട്. എന്തുകൊണ്ട് ഈ കഴിഞ്ഞ 2-3 ബഡ്ജറ്റിലൊന്നും ഈ പ്രഖ്യാപനം കണ്ടില്ല? ഒരു ചെറിയ ഉദാഹരണം, ശമ്പള പരിഷ്കരണം. ശ്രീ ജയചന്ദ്രൻ എവിടെ ഇരിപ്പുണ്ട്, നാട്ടുകാരനാണ് അദ്ദേഹം. 2024 ശമ്പള പരിഷ്കരണത്തിൻ്റെ പ്രഖ്യാപിക്കേണ്ടിയിരുന്ന കമ്മിറ്റി വെക്കേണ്ടിയിരുന്ന സമയം. 2024 ശമ്പള പരിഷ്കരണത്തിൻ്റെ കമ്മിറ്റിയെ വെക്കാതെ ഇന്നത്തെ ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിക്കുമ്പോൾ ഒരു കാര്യം ക്ലിയർ അല്ലേ? അടുത്ത് വരുന്ന സർക്കാർ, അടുത്ത UDF സർക്കാരായിരിക്കണം ആ ശമ്പള പരിഷ്കരണത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അത് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും പിന്നോട്ട് പോകത്തുമില്ല. പറഞ്ഞു വന്നത്, ഇതിനകത്ത് ഒരു ഓണസ്റ്റി ഇല്ല, ഒരു സത്യസന്ധതയില്ല.
കുറേയേറെ കാര്യങ്ങൾ പറയുമ്പോൾ അതൊന്നും നടപ്പിലാക്കേണ്ട ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതല്ലെങ്കിൽ ഇതിൽ കുറേയേറെ കാര്യങ്ങൾ ചെയ്ത് കാണിക്കണമായിരുന്നു. അത് നിർഭാഗ്യവശാൽ പല കാര്യങ്ങൾ ചെയ്ത് കാണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, വലിയ ഒരു ഞെരുക്കം, സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇന്ന് നമ്മൾ പോവുകയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സനോജ് പറഞ്ഞൊരു പോയിന്റ്, കേന്ദ്രത്തിൻ്റെ സഹായക്കുറവ്. കേരളമടക്കം, തമിഴ്നാടടക്കം, കർണാടകമടക്കം, തെലങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കൊക്കെ കേന്ദ്രത്തിൻ്റെ ഈ ഫെഡറൽ നയങ്ങൾ കാരണമുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ അതുമാത്രമാണോ പ്രശ്നം? കേന്ദ്രത്തിൻ്റെ സഹായക്കുറവും അതോടൊപ്പം നിങ്ങളുടെ മിസ്മാനേജ്മെൻറ്റും കാരണമാണ് ഈ സാമ്പത്തിക രംഗം തകർന്നിരിക്കുന്നത്. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾ പല കാര്യങ്ങളും DA കൊടുക്കാൻ പറ്റാത്തതിനുള്ള കാരണം പറയുന്നു. 5 or 6 ഗഡു DA കൊടുക്കാൻ ബാക്കിയുള്ളതിൻ്റെ കാരണമായി നിങ്ങൾ പറയുന്നത് DA കൊടുക്കാനുള്ള പണമില്ല, സർക്കാരിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് വേണമെങ്കിൽ DA കൊടുത്താൽ മതി എന്നുള്ള ആ കാര്യമാണ് കോടതിയിൽ അഫിഡവിറ്റ് പറഞ്ഞത്. പക്ഷെ നിങ്ങളുടെ ധൂർത്തിനൊരു കുറവുമില്ലല്ലോ. ഇപ്പോൾ ചെറിയ കാര്യമായിരിക്കാം, പക്ഷേ അവസാനം 3 മാസത്തേക്ക് എന്തിനാണ് ഒരു പുതിയ വാഹനങ്ങളുടെ സെറ്റ് വാങ്ങിക്കുന്നത്? അല്ലെങ്കിൽ ഇവിടെ ആഘോഷ മഹാമഹങ്ങൾ, ഇതൊരു ഫെസ്റ്റിവൽ സർക്കാരായി മാറിയിരിക്കുകയാണ്. ഏകദേശം 10-20 കോടി ഓരോ പ്രോഗ്രാമിന് സ്പെൻഡ് ചെയ്യുകയാണ് ഇവിടെ. അതിൻ്റെ ആവശ്യം എന്താണ്? അതിന് പകരം ഈ ട്രൈബൽ മേഖലയിലുള്ള ആളുകളുടെ ഫണ്ട് 30% മാത്രം നടപ്പിലാക്കിയിട്ടുള്ള ട്രൈബൽ മേഖലയിലെ ഫണ്ട്, SC മേഖലയിലെ ഫണ്ട്, അല്ലെങ്കിൽ നെല്ല് സംരംഭകർക്ക് കൊടുക്കാനുള്ള പണം, അല്ലെങ്കിൽ ക്ഷീര കർഷകർക്ക് കൊടുക്കാനുള്ള പണം, അല്ലെങ്കിൽ നാളികേരത്തിന് കൊടുക്കാനുള്ള പണം, അതല്ലെങ്കിൽ ഇവിടെ ആശുപത്രികൾ കൊടുക്കാനുള്ള കാരുണ്യയുടെ ഫണ്ട്, അതൊന്നും നിങ്ങൾക്ക് പ്രയോറിറ്റി അല്ല. കാരണം കേന്ദ്ര സർക്കാർ പണം വരുന്നില്ല. പക്ഷേ നിങ്ങളുടെ ധൂർത്ത് കാണിക്കാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ മുന്നോട്ട് കൊണ്ടുപോകാനും അവരെ സ്ഥിരപ്പെടുത്തുവാനും അവർക്കുള്ള സഹായങ്ങൾക്കും അടിസ്ഥാന സൗകര്യത്തിനും ഒക്കെ പണത്തിനൊരു കുറവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ബഡ്ജറ്റിൽ ഒരു സത്യസന്ധതയില്ല. പല കണക്കുകളും നമ്മൾ നേരിട്ട് വായിക്കുകയാണെങ്കിൽ ഇതിലെ സത്യസന്ധതയുടെ ഒരു നല്ല ഉദാഹരണം ഞാൻ പറഞ്ഞിട്ട് ഈ ഫസ്റ്റ് പോയിന്റ് എടുത്താം. ഞാൻ 2025-26 കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് എടുത്തു. കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൻ്റെ ഡോക്യുമെൻ്റ് ഞാൻ നോക്കിയപ്പോൾ അതിൽ പോയിന്റ് നമ്പർ കഴിഞ്ഞ ബഡ്ജറ്റിൽ 593 നമ്പർ പോയിൻ്റാണ് മെഡിക്കൽ പബ്ലിക് ഹെൽത്ത് മേഖലയുടെ ഔട്ട്ലേ. ഞാൻ ഇംഗ്ലീഷിൽ അത് പറഞ്ഞിരിക്കുന്നത് പോയിന്റ് നമ്പർ 593 കഴിഞ്ഞ ബഡ്ജറ്റ് സ്പീച്ചിലാണ്. ഓവറോൾ പ്ലാൻ ഔട്ട്ലേ ഫോർ മെഡിക്കൽ ആൻഡ് പബ്ലിക് ഹെൽത്ത് സെക്ടർ ഈസ് എൻഹാൻസ് ടു 2900 കോടി. എന്ന് വെച്ചാൽ പബ്ലിക് ഹെൽത്തിനും മെഡിക്കൽ ഔട്ടിനും കൂടി കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് പറയുന്നത് 2915 കോടി രൂപ നമ്മൾ നൽകിയിരിക്കുകയാണ്. ഇത്തവണത്തെ ബഡ്ജറ്റിൽ 544 പോയിന്റ് പറയുകയാണ് പ്ലാൻ അലോക്കേഷൻ ഫോർ മെഡിക്കൽ ആൻഡ് പബ്ലിക് ഹെൽത്ത് സെക്ടർ ഈസ് സിഗ്നിഫിക്കൻ്റ്ലി ഇൻക്രീസ് ടു 2500 കോടി. കഴിഞ്ഞ ബഡ്ജറ്റിൽ പറയുന്നു നമ്മൾ ഒത്തിരി കൂട്ടി 2900 കോടി രൂപയാണ് പബ്ലിക് ഹെൽത്തിനും മെഡിക്കലിനും വെച്ചിരിക്കുന്നത്. ഇത്തവണത്തെ ബഡ്ജറ്റിൽ പറയുന്നു നമ്മൾ കഴിഞ്ഞതിനേക്കാളും ഒത്തിരി മുന്നോട്ട്, എത്ര 400 കോടി കുറഞ്ഞേക്കുക. അപ്പൊ എന്ത് ആത്മാർത്ഥതയാണുള്ളത്? വായി തോന്നുന്ന കാര്യങ്ങൾ എഴുതി ഞാൻ രേഖാസഹിതം പറയുകയാണ്. ചെക്ക് ചെയ്യാം. പോയിന്റ് നമ്പർ 593 കഴിഞ്ഞ ബഡ്ജറ്റ്, പോയിന്റ് നമ്പർ 544 ഈ ബഡ്ജറ്റിൽ. ശരി, ഈ ബഡ്ജറ്റിന്റെ ആത്മാർത്ഥതയില്ലായ്മ എന്ന് ശ്രീ K. ശബരിനാഥൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ശ്രീ PR ശിവശങ്കർ, ഞാൻ ഇതിലേക്ക് വരാമേ. ശ്രീ PR ശിവശങ്കർ, നോക്കൂ, ഇപ്പോൾ കേന്ദ്ര വിഹിതം എന്നുള്ളതാണ് ഇതിനകത്ത് തന്നെ ധനമന്ത്രി ബജറ്റിൽ തന്നെ പറയുന്നത്. അടുത്ത വിഹിതത്തിൽ വർധനവുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ്. നമ്മൾ കുറച്ച് മുമ്പ് സംസാരിച്ചപ്പോൾ ധനമന്ത്രി പറഞ്ഞത് കേട്ടല്ലോ. അദ്ദേഹം മുൻപ് പറഞ്ഞ കാര്യം ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇത് കയ്യും കാലും കെട്ടി നീന്തുന്നത് പോലെയുള്ള സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രതിപക്ഷത്തിനോ ഭരണപക്ഷത്തിനോ ആ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവുമില്ല. കേന്ദ്ര വിഹിതം എങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ച് നമ്മുടെ വരുമാനത്തിന്റെ 50% മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രവിഹിതമായി കിട്ടുമ്പോൾ ഇതവിടെ കഷ്ടിച്ച് 25% എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഗതികേടാണ് എന്നൊരു നിലവിളി എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. കേന്ദ്ര സമീപനത്തിൽ മാറ്റമുണ്ടാകുമോ? മാധു, ഇത് പ്രതിപക്ഷവും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പരിധിവരെ ശബരിനാഥും പറയുന്ന ആരോപണങ്ങൾ ഇങ്ങനെ കോപ്പി അടിച്ചുകൊണ്ടൊരു അവതാരിക പറയരുത്. ഒരു ഫിനാൻഷ്യൽ കമ്മീഷൻ, അത് 15th 14th ഫിനാൻസ് കമ്മീഷനായാലും അത് കൂടുമ്പോൾ പിണറായി വിജയൻ ഭരിക്കുന്നു എന്നാൽ പിന്നെ കുറച്ച് കൊടുത്തു കളയാം, നിർമ്മല സീതാരാമൻ പറഞ്ഞാൽ അവന് കൊടുക്കണ്ട, പിണറായിക്ക് കൊടുക്കണ്ട, അങ്ങനെയൊന്നും അല്ലല്ലോ പറയുന്നത്. ഇത് ചില മാനദണ്ഡങ്ങളുണ്ട്, ചില നയ സമീപനങ്ങളുണ്ട്. അതനുസരിച്ചിട്ടാണ് ഓരോ സംസ്ഥാനത്തിനും എത്രയാണ് കൊടുക്കേണ്ടത് എന്ന് നിശ്ചയിക്കുന്നത്. അത്തരം നയ സമീപനങ്ങളും മാനദണ്ഡങ്ങളും കഴിഞ്ഞ 15th ഫിനാൻഷ്യൽ കമ്മീഷനും അതിനു മുമ്പുള്ള കമ്മീഷനും മാറ്റിയിട്ടുണ്ട്. അതനുസരിച്ചിട്ടാണ് ഓരോ സംസ്ഥാനത്തിനും ഇത്ര % എന്ന് നിശ്ചയിക്കുന്നത്. അപ്പോൾ നോക്കൂ, BJP യെ അതിശക്തമായി എതിർക്കുന്ന വെസ്റ്റ് ബംഗാളിന് ഞങ്ങൾ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത് 55%. അങ്ങനെയാണെങ്കിലും മമതയ്ക്കാണല്ലോ കൊടുക്കണ്ട എന്ന് പറയേണ്ടത്. ഞങ്ങൾക്ക് കുറച്ചുകൂടി ഈ പറയുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ഡയറക്റ്റ് കോൺഫ്രണ്ടേഷൻ വരുന്ന ഒരു സംസ്ഥാനമാണ് രാഷ്ട്രീയമായി.
പറയുമ്പോൾ ഞങ്ങൾ വേണമെങ്കിൽ വെസ്റ്റ് ബംഗാളിന് കൊടുക്കണ്ട, പക്ഷേ വെസ്റ്റ് ബംഗാളിൽ വി ആർ ഗിവിങ് 55%. കർണാടക നോക്കൂ, കേരള സംസ്ഥാനത്തേക്കാൾ കുറച്ചുകൂടി മികച്ച സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും കുറച്ചുകൂടി സാമ്പത്തികമായി മേലെ നിൽക്കുന്നവർക്ക് 23% കിട്ടുന്നുള്ളൂ. അപ്പോൾ ഓരോ സംസ്ഥാനത്തിൻ്റെയും ഇവർ തന്നെ പറയുന്നു ഇവർ യൂറോപ്യൻ സ്റ്റാൻഡേർഡാണ്, എല്ലാത്തിനേക്കാൾ മികച്ച കാര്യങ്ങളാണെന്ന്. പക്ഷേ ഇവർക്ക് കൂടുതൽ പണം വേണമെന്ന് പറയും. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ കേരള സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ടാക്സ് വരുമാനം വരുന്നത് എറണാകുളം ജില്ലയിൽ നിന്നാണ്. 45% ഓഫ് ദ ടാക്സ് കെയിം ഫ്രം എറണാകുളം. അത് മറ്റു കാരണം കൊണ്ടൊന്നും അല്ല കേട്ടോ. BPCLും കൊച്ചിൻ ഷിപ്പ്യാർഡ് ഉള്ളത് കൊണ്ടാണ്, പിന്നെ 2 കിറ്റക്സും അതേപോലെ 2 കമ്പനികൾ ഉള്ളത് കൊണ്ടാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഗെറ്റിംഗ് മോർ ടാക്സ് ഫ്രം ദ സ്റ്റേറ്റ്, എറണാകുളം ജില്ല. അപ്പോൾ അത് കാരണം എറണാകുളം ജില്ലക്കാർ പറയുന്നത് ഞങ്ങൾക്കാണ് കൂടുതൽ ടാക്സ് വേണ്ടത്, കാസർഗോഡിനും വയനാടിനൊന്നും കൊടുക്കരുത് എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ദരിദ്ര സംസ്ഥാനങ്ങൾക്കും അതുപോലെ തന്നെ കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കുമാണ് ഒരു സർക്കാരിൻ്റെ ജനാധിപത്യപരമായി കൂടുതൽ പെർസെൻറ്റേജ് ഷെയർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടേണ്ടത്. ഇതല്ലേ ഒരു ജനാധിപത്യം, ഇതല്ലേ മാർക്സിസം. മിനിമം സോഷ്യലിസം എങ്കിലും ഇവിടുത്തെ സനോജും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പഠിക്കണം എന്നുള്ളതാണ് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. അത് ഇവർ നിരന്തരം പറയുന്നതാണ്, ഇതിനകത്ത് യാതൊരു സത്യസന്ധതയുമില്ല. അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കമ്മീഷൻ റീറൈറ്റ് ചെയ്യണമെന്ന് പറയണം, ഞങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുക്കണ്ട, ദാരിദ്ര്യ ബീഹാറിലേക്കും ഒന്നും കൊടുക്കരുത് എന്ന് പറയാൻ ദേശീയ തലത്തിൽ ഇവർ തയ്യാറാവണം. അടുത്തത്, ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാനുള്ള സപ്പോർട്ട്, ഞാൻ അധികം സമയം കിട്ടില്ല എന്ന് എനിക്കറിയാം. രണ്ട് കാര്യങ്ങൾ ഇവിടുത്തെ വലിയ നേട്ടങ്ങളായിട്ട്, അല്ലെങ്കിൽ കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവകാശം കൊടുക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ 85,000 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇത് പഠിക്കാൻ പണമില്ലാത്തത് കൊണ്ടല്ല, കൃത്യമായി പഠിക്കുവാനുള്ള, ആധുനിക സമൂഹത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള നല്ല കോഴ്സ് നൽകുവാനായിട്ട് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. അവർ കൂടുതൽ പഠിച്ചുകൊണ്ട്, നമുക്കറിയാം ഇപ്പോൾ മാതൃഭൂമിയിലൊക്കെ ആയാലും കൂടുതൽ പരസ്യങ്ങൾ നൽകിക്കൊണ്ട് എല്ലാ കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റികൾ, കേരളത്തിലും പുറത്തും അതേപോലെ തന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റികളും പ്രവർത്തിക്കുന്നു. അങ്ങോട്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കി വിദ്യാർത്ഥികൾ പോവുകയാണ്. പക്ഷേ 85,000 സീറ്റ് ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നു. ഇവിടത്തേക്ക് എങ്ങനെയെങ്കിലും ആളെ പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം വിദ്യാഭ്യാസ സമ്പ്രദായം തകർന്നിരിക്കുന്നു, അതിൻ്റെ സിസ്റ്റം തകർന്നിരിക്കുന്നു. അങ്ങോട്ട് ആളെ വലിച്ചു കയറ്റാൻ ഫ്രീ ആയിട്ട് പരീക്ഷയ്ക്ക് ആളേക്ക് പണം കൊടുത്തുകൊണ്ട് കാര്യമില്ല, കുട്ടികൾ വരില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട കംപ്ലൈൻറ്റ്. BJP അത് മുന്നോട്ട് വയ്ക്കുന്നു. രണ്ടാമത്തെ കാര്യം, ശ്രീ ശബരിനാഥൻ പറഞ്ഞതിൻ്റെ കൂടെ ഒരു കാര്യവും കൂടി ഉണ്ട്. ഞാൻ ഒരൊറ്റ മിനിറ്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചേ, എനിക്കറിയാം സമയമില്ലെന്നറിയാം. ഈ കേരളത്തിലെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചിട്ട് ആശുപത്രികൾ, അത് വെറും കെട്ടിടം തകർന്നു വീണത് മാത്രമല്ല, നമുക്കറിയാം ആശുപത്രികൾ സർജറിക്ക് പോലും പണമില്ലാതെ സർജറി ഉപകരണങ്ങൾ തിരിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് പോലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ എത്ര ബെഡ് കൂട്ടിയിട്ടുണ്ട്, എത്ര പ്രാഥമിക ആരോഗ്യങ്ങൾ അഡീഷണലായിട്ട് വന്നിട്ടുണ്ട് എന്ന് സംസ്ഥാന സർക്കാർ പറയാൻ തയ്യാറായിട്ടുണ്ടോ? ഇവിടെ കൂടുതൽ പണം, ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഈ കഴിഞ്ഞ വർഷം പോലും ഏതാണ്ട് 1000 കോടി രൂപയാണ് നാഷണൽ ഹെൽത്ത് മിഷൻ ഈ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ളത്. ഇതൊന്നും ഈ പറയുന്ന 25% കിടക്കില്ല, അഡീഷണൽ ആയിട്ട് നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ വിദ്യാഭ്യാസ മേഖലയിലായാലും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലായാലും ഈ പറയുന്ന ലൈഫ് മിഷൻ്റെ കാര്യത്തിലായാലും ധാരാളം ഫണ്ട് കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കണക്കിൽ വരുന്നില്ല. ഇവർ ഇത്തരത്തിലുള്ള ഇപ്പോൾ റോഡ് സുരക്ഷാ പദ്ധതിയിൽ ഫ്രീ ആയിട്ട് മെഡിസിൻ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് നൽകുന്നു. സെൻട്രൽ സർക്കാരിന്റെ പദ്ധതിയാണ്. മുന്നിലാണ് എന്നുള്ളത് കൊണ്ട് ഈ ദരിദ്ര സംസ്ഥാനങ്ങളെ പരിഗണിക്കേണ്ടതില്ലേ എന്നുള്ളതാണ് BJP ചോദിക്കുന്നത്. UP-യിലാണെങ്കിൽ അത് 52% ടോട്ടൽ റവന്യൂവിന്റെ കേന്ദ്രവിഹിതം എന്ന് പറയുന്നത്. ബീഹാറിലാണെങ്കിൽ 73% എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡബിൾ എഞ്ചിൻ ഇല്ലാതെ പോയല്ലോ, നമുക്ക് ദരിദ്ര സംസ്ഥാനമായി തുടരാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിപ്പോയി. ഞാൻ അങ്ങേലേക്ക് വരാമേ, ഇടവരാം. ശ്രീ ജയചന്ദ്രൻ കല്ലിങ്ങൽ കൂടി നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹം ജോയിന്റ് കൗൺസിലിന്റെ മുൻ ജനറൽ സെക്രട്ടറിയാണ്. ശ്രീ ജയചന്ദ്രൻ കല്ലിങ്ങൽ, ഇതിപ്പോൾ DA അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും എന്ന് പറയുമ്പോൾ ആശ്വാസമുണ്ടോ, അതോ ഇതും പര്യാപ്തമല്ല എന്നൊരു കാഴ്ചപ്പാടാണോ? ഇല്ല, പര്യാപ്തമല്ല എന്നുള്ള കാഴ്ചപ്പാടും ഞങ്ങൾക്കില്ല. അതിനകത്ത് ഇപ്പോഴെങ്കിലും ഗവൺമെൻറ് കണ്ടു തുറന്ന് കണ്ടല്ലോ ജീവനക്കാരുടെ വിഷയം എന്നുള്ളത്. ഇത് നേരത്തെ പ്രഖ്യാപിക്കാമായിരുന്നു. ഇപ്പോൾ ഒറ്റയടിക്ക് അവസാന സമയത്തുകൊണ്ട് എല്ലാ DAയും കൂടി ഒന്നിച്ച് പ്രഖ്യാപിക്കേണ്ട സാഹചര്യമില്ലായിരുന്നു. ധനകാര്യ മന്ത്രിക്ക് ഇക്കാര്യത്തിനകത്ത്, സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിനകത്ത് ഒരു അല്പം അവധാനതക്കുറവുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. മറ്റൊന്ന്, നേരത്തെ പ്രകാശ് സാർ ഇവിടെ പറഞ്ഞു ശമ്പള പരിഷ്കരണം വലിയ ബാധ്യതയാണ് സൃഷ്ടിക്കുന്നത് എന്നുള്ളത്. എനിക്ക് ഒരു കണക്ക് പറയാനുള്ളത്, ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുള്ള തനത് നികുതി വരുമാനം 47,456 കോടി രൂപ. സാറത് ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പോൾ അത് 83,000 കോടിയായി. വരുമാനം വർദ്ധിക്കുന്നു, നികുതി വരുമാനം വർദ്ധിക്കുന്നു. നികുതി വരുമാനം വർദ്ധിപ്പിക്കുക സ്വാഭാവികമായി ഈ നമ്മുടെ സാമ്പത്തിക നില വളരുക എന്നുള്ളതാണ്. സാറ് പറഞ്ഞതുപോലെ ശമ്പളമേ വർദ്ധിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പെട്രോളിൻ്റെ വില ഒരു 5 കൊല്ലം മുമ്പ് 6 കൊല്ലം മുമ്പ് 51 രൂപയായിരുന്നു, ഇപ്പോൾ 101 രൂപയായി. എല്ലാ കാര്യത്തിനകത്ത് വില വർദ്ധനയുണ്ട്. ജീവനക്കാർക്ക് ജീവിക്കണ്ടേ? കേവലം 23,000 രൂപയാണ് ഒരു അടിസ്ഥാന വിഭാഗം ജീവനക്കാരന് ലഭ്യമാകുന്ന ശമ്പളം. അതിനകത്ത് DAയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ കുറച്ച് വലിയ വ്യത്യാസം വരുമെന്നുള്ളതല്ലാതെ വലിയ ശമ്പളം കിട്ടുന്നത് ജീവിക്കാനുള്ള ഒരു പണമാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ
ശമ്പള പരിഷ്കരണം ഒരു ദിവസം പോലും താമസിച്ചാൽ അത് വലിയ അപകടം ചെയ്യും. ഇപ്പം ഞങ്ങളുടെ ഒരു ആശങ്ക ഇനി ഒരു 3 മാസത്തിനകത്ത്, നേരത്തെ പലരും ഈ ആശങ്ക ഇവിടെ പറഞ്ഞു, 3 മാസത്തിനകത്ത് ഇപ്പം നടത്തിയ പ്രഖ്യാപനങ്ങളെല്ലാം പ്രാവർത്തികമാക്കണം. അതൊരു വലിയ കടമ്പയാണ്. ആ ഉത്തരവാദിത്വം പ്രഖ്യാപനം വന്നോട്ട് നടക്കത്തില്ല. ഇല്ല. എന്നാലും ഇത് മുമ്പ് ഇലക്ഷൻ പ്രഖ്യാപനം വന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷനെ കണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ അനുവാദം വാങ്ങിയിട്ടുണ്ട്. അതൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ അതിനകത്ത് ഗവൺമെൻറ് കഴിഞ്ഞ എനിക്കൊരു പേടി, ഭയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ അശ്വയുടെ പെൻഷൻ പദ്ധതി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു, ഒരു വക ചെയ്തില്ല ഒരു കൊല്ലം. ഇപ്പോൾ വീണ്ടും അപ്പോൾ ഞാനതിനെ തെറ്റായി അറിയില്ല, അത് സമയം കിട്ടി കാണില്ല, സമയം കണ്ടെത്തണം എന്നുള്ളതാണ്. 3 മാസത്തിനകത്ത് ഇപ്പോൾ പ്രഖ്യാപിച്ചതെല്ലാം DA കൂടി പ്രഖ്യാപിച്ചാൽ കൊടുക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു എന്ന് തന്നെയാണ് ധനാരിപ്പോന്നിയുടെ അഭിപ്രായം. അതുകൊണ്ട് DA കൊടുക്കുന്നതിന് പ്രയാസം ഉണ്ടാവില്ല. അശ്വയുടെ പെൻഷൻ പദ്ധതിയെ ഞങ്ങളൊരിക്കലും അംഗീകരിക്കുന്നില്ല. ജീവനക്കാരുടെ വിഹിതം വാങ്ങുന്ന പദ്ധതികളെല്ലാം യഥാർത്ഥത്തിൽ തൊഴിലാളികളോട് ചെയ്യുന്ന ദ്രോഹമാണ്. വളരെ വ്യക്തമായി തന്നെ സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള വലിയ ഫോറങ്ങളെല്ലാം തന്നെ വളരെ വ്യക്തമായി നഗര കേസൊക്കെ സാറിന് ഓർമ്മയുണ്ടാവും. കോടതിയിൽ പോയതാണോ? ഞാൻ കോടതി പോയാണല്ലോ. ഞാൻ ഈ പങ്കാളിത്ത പെൻഷന്റെ റിപ്പോർട്ട് വാങ്ങാൻ വേണ്ടി സുപ്രീം കോടതിയുടെ കേസിന് പോയത്. സുരേന്ദ്രങ്ങളിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് കാര്യമായിട്ട് ഇപ്പോൾ സർക്കാർ ജീവനക്കാരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എത്രയാണെന്ന് അങ്ങേക്കറിയാമല്ലോ. 5 ലക്ഷം. അനുപാതരഹിതമായ തരത്തിലുള്ള GDP വിനിയോഗമല്ലേ ഉണ്ടാകുന്നത്. ഇപ്പൊ പക്ഷേ അങ്ങ് പറഞ്ഞതുപോലെ ശരിയാണ്, അടിസ്ഥാന ജനവിഭാഗത്തിന് ജീവനക്കാർക്ക് കിട്ടുന്ന ശമ്പളം ഈ പറയുന്നത് പോലെ പരിമിതമാണ്. പക്ഷെ മുകൾ തട്ടിലേക്ക് പോകുമ്പോഴുണ്ടാകും. അത് ഞാൻ പറഞ്ഞല്ലോ, അന്തരം 23,000 മുതൽ 1,66,800 രൂപയാണ് ഇതിന്റെ അന്തരം. ഈ അന്തരം കുറയ്ക്കണമെന്ന് നമ്മൾ പണ്ട് മുതലേ പറയുന്നുണ്ട്. പക്ഷേ കേന്ദ്ര സ്കെയിലുമായി ബന്ധപ്പെട്ട് വരുന്ന ഉദ്യോഗസ്ഥന്മാർ IAS IPS അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷണൽ പാരിറ്റി ഉള്ളവർ UGC ഒക്കെ വരുന്നവർക്ക് വലിയ ശമ്പളം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആ അന്തരം കുറയ്ക്കണമെന്ന് തന്നെ പണ്ട് മുതലേ ഞങ്ങളുടെ ആവശ്യം. പക്ഷേ ഈ വേതനം ഈ കേരളത്തിൽ ഇത്രയും സാമൂഹ്യ പുരോഗതി നേടിയതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം സർക്കാർ ജീവനക്കാരും സർക്കാർ സംവിധാനവുമാണ്. ഇപ്പോൾ നേരത്തെ സാറ് ആശുപത്രികളുടെ കാര്യം പറഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നു BJPയുടെ പ്രതിനിധിയും ഹോസ്പിറ്റലിൻ്റെ കാര്യം പറഞ്ഞു. ഇന്ത്യയിൽ ഇത്രയധികം ഹോസ്പിറ്റലുകൾ ഒരു 10 കിലോമീറ്ററിനകത്തെങ്കിലും മെച്ചപ്പെട്ട ഒരു ആരോഗ്യ സംവിധാനമുള്ള സംസ്ഥാനം കേരളമല്ലാതെ മറ്റൊന്നുമില്ല. 10 കിലോമീറ്റർ ഒന്നുമില്ല, 1.8 കിലോമീറ്റർ. ഏറ്റവും അടുത്ത്. അതുപോലെ ഈ ഇത്തവണ തന്നെ ബഡ്ജറ്റ് പ്രസംഗത്തിനകത്ത് ശിശുമരണ നിരക്കിന്റെ കാര്യത്തിനകത്ത് ധനകാര്യ മന്ത്രി പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ യൂറോപ്യൻ സ്റ്റാൻഡേർഡിന് അത്രയാണ് 5ആണ്, മറ്റ് സംസ്ഥാനങ്ങളിൽ 25ആണ് ശിശുമരണ നിരക്ക്. അപ്പോൾ അത്രയും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സർക്കാർ സംവിധാനം മെച്ചപ്പെട്ടതായതുകൊണ്ടാണ്. അപ്പോൾ ആ സംവിധാനം മെച്ചപ്പെടുത്തിയതിന് മുന്നോട്ട് പോകണ്ടേ, അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കണ്ടേ. അതാണ് ചോദിച്ചത്. അല്ലാതെ GDPയുടെ മുഴുവൻ തുകയും സർക്കാർ ജീവനക്കാർ കൊണ്ടുവന്ന കണക്കുകൾ 29% ഒട്ടും കുറവല്ല. 3.5 കോടിയിൽ 5 ലക്ഷത്തിന് വേണ്ടി മാത്രം വിനിയോഗിക്കുന്നതാണ്. 3.5 കോടിയിൽ 5 ലക്ഷം എന്ന് പറഞ്ഞാൽ 5 ലക്ഷവും ഈ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. മാത്രമല്ല അവനവനും കൂടിയാണ്. ശരി, അല്ല പക്ഷെ അതിലൊരു അനുപാത വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറയട്ടെ ഒന്നുകൂടി. ഈ സംസ്ഥാനത്തിന്റെ എല്ലാ വേതന ഘടന നിശ്ചയിക്കുന്നതിനകത്ത് സർക്കാർ ജീവനക്കാരുടെ വേതനത്തിന് വലിയ ബന്ധമുണ്ട്. സർക്കാർ ജീവനക്കാരുടെ വേതനം വർദ്ധിച്ചാൽ മാത്രമേ സ്വകാര്യ മേഖലയിലും നിങ്ങളെപ്പോൾ എല്ലാവർക്കും ആ വേതന ഘടനയിൽ വ്യത്യാസം ഉണ്ടാവുള്ളൂ. വേതന ഘടന ഉയർന്നു നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് സാമൂഹ്യപരമായ പുരോഗതിയുടെയും കൂടി ഒരു അടയാളമാണ്. അതിലൊരു കോമ്പറ്റീഷൻ കൂടിയുണ്ട്. ഇപ്പം എനിക്കതിൽ തർക്കിക്കാനാണെങ്കിൽ ഞാൻ 1 മണിക്കൂർ തർക്കിക്കാൻ പറ്റും. പക്ഷേ അതിനുശേഷമുള്ള കമ്പ്യൂട്ടറൈസേഷന് ശേഷം നമ്മൾ തസ്തികയിൽ എത്രമാത്രം വ്യത്യാസം വരുത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ കമ്പ്യൂട്ടർവൽക്കരണം നടത്തിയിട്ടുണ്ട് നമ്മൾ. അതിനുശേഷം ഇപ്പം ഈ പറയുന്നത് പോലെ ജനസേവന കേന്ദ്രങ്ങൾ തുടങ്ങിയതിന് ശേഷം നമ്മൾ എത്ര തസ്തിക വ്യത്യാസം വരുത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മൾ പക്ഷേ ഫീസ് കൊടുക്കുന്നുണ്ട് ജനസേവന കേന്ദ്രത്തിൽ വേറെ. അപ്പോൾ അതിലൊക്കെ ഒരു പ്രശ്നമുണ്ട്. അത് പിന്നീട് നമുക്ക് സംസാരിക്കാം. പക്ഷെ അത് പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം ഇതിലെ പ്രൊഡക്ടിവിറ്റി എത്രയാണ് എന്നുള്ളതൊരു പ്രശ്നമാണ്. ശരി, അടുത്ത DA പ്രകാശ് നോക്കിപ്പം അങ്ങ് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഈ ധവളപത്രം LDF സർക്കാർ വരുന്ന സമയത്ത് ധവളപത്രം പുറപ്പെടുവിക്കുന്നത് പോയ സർക്കാരിന്റെ കെടുകാര്യസ്ഥത ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പൊ പക്ഷേ ഇന്നിപ്പോ V ശിവൻകുട്ടി ചോദിക്കുന്ന ഒരു കാര്യം, പൂച്ച പെറ്റ് കിടക്കുന്നു ഇതിൽ എന്ന് പറയുന്നുണ്ട് പ്രതിപക്ഷം. പക്ഷെ അവർക്കുള്ള അലവൻസ് അടക്കം കിട്ടുന്നത് ഇതിൽ നിന്നാണ് എന്നുള്ളതാണ്. എത്ര കാലിയായി എന്ന് പറഞ്ഞാലും വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ശേഷി നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ടോ? അല്ല, ഞാനീ പറഞ്ഞത് ഇപ്പൊ 2016 ധവളപത്രം എന്ന് പറഞ്ഞാൽ പഴയ ഗവൺമെന്റിന്റെ മോശമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ജനം എലക്ട് ചെയ്ത് പുതിയൊരു ഗവൺമെന്റ് വന്നു. ആ ഗവൺമെന്റ് പഴയ കാര്യം പറഞ്ഞു. എന്നാൽ ഇവരെന്താ ചെയ്തത്? ഇവരിത് കറക്റ്റ് ചെയ്യാൻ എന്തെങ്കിലും നടപടി എടുത്തോ? ഇത് വഷളാക്കാനായിട്ടുള്ള നടപടിയല്ലേ എടുത്തുകൊണ്ടിരുന്നത്? വീണ്ടും തുടർച്ചയായിട്ട് ആയി ഓരോ സ്റ്റേജ് കഴിഞ്ഞ് താഴോട്ട് വന്ന് ഇപ്പോൾ കടക്കണി ഒരു തരത്തിലും രക്ഷപ്പെടാത്ത രീതിയിലെത്തിയില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇവിടെ ഈ ശമ്പള പെൻഷനെ പറ്റി പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം. ഞാൻ സംസ്ഥാനത്തിൻ്റെ പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയുടെ 3 വർഷം ചെയർമാനായിരുന്ന ആളാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനായിരുന്നതാണ്. ഇതിനകത്തുള്ള കണക്കുകൾ എനിക്ക് നല്ലവണ്ണം അറിയാം. അതായത് ഈ 5 വർഷത്തിലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണവും നമ്മുടെ ധനസ്ഥിതിയുമായിട്ട് പോവില്ല.
നിങ്ങൾ 5 വർഷത്തിൻ്റെ ഒരിക്കൽ ശമ്പള പരിഷ്കരണം നടത്തിയാൽ വലിയൊരു ജമ്പ് വരും ശമ്പളത്തിൽ, റിക്കറിങ് എക്സ്പെൻഡിച്ചർ. അത് താങ്ങാനായിട്ടുള്ള ശേഷി നമുക്കില്ല. ഞാൻ പറഞ്ഞോട്ടെ. 2, കേന്ദ്രം 10 വർഷത്തിലൊരിക്കലല്ലേ ശമ്പള പരിഷ്കരണം നടത്തുന്നത്. അല്ല, ഞാൻ പറയുന്നത് കേന്ദ്രം 10 വർഷത്തിലൊരിക്കലാണല്ലോ ശമ്പളം നടത്തുന്നത്. നമുക്കും എന്താ 10 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം നടത്തിയ പോരെ? സാറേ, കേന്ദ്രം 10 കൊല്ലത്തിലൊരിക്കൽ നടത്തുകയാണെങ്കിലും കേരളത്തിൽ ജീവനക്കാരുടെ നിങ്ങളുടെ ആർഗ്യുമെന്റ് ഒക്കെ ശരിയാണ്. തൊട്ടപ്പുറത്തുള്ള AGS ഓഫീസറെയും സെക്രട്ടറിയിലും OMയുടെ ശമ്പളം ഒന്ന് പഠിച്ചാൽ മതി. തിരിച്ചുണ്ടായിരുന്ന ഒരു കാലത്ത് നിങ്ങൾ സമരം നടത്തില്ല. അത് ആ കാര്യം. അതുകൊണ്ട് നമ്മുടെ ഡേറ്റ വെച്ച് നോക്കുമ്പോൾ, അതായത് കേരളത്തിൻ്റെ ഈ ഫൈനാൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ 2000 മുതലുള്ള എടുത്തു നോക്കൂ. എപ്പോഴെല്ലാം ഒരു ശമ്പള പരിഷ്കരണം വരുന്നു, ഒരു ജമ്പ് വരുന്നു, അതോടെ തീരും. അല്ലല്ല, ഞാൻ പറയട്ടെ. ഞാൻ പറയുന്നത് ഡേറ്റയുടെ വെളിച്ചത്തിൽ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 5 വർഷത്തെ ശമ്പള പെൻഷൻ പരിഷ്കരണവും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി ഒത്തുപോകില്ല. അതാണ് ഈ നമ്മുടെ എല്ലാ ഫൈനാൻസ്. 5 വർഷം 7 കൊല്ലം കഴിഞ്ഞു. അല്ലല്ല, ആയിക്കോട്ടെ, അതായിക്കോട്ടെ, അതൊരു. പിന്നെ ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മളിവിടെ ഇപ്പോൾ വലിയ വികസനം നടക്കുന്നു എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഒരു കണക്കൂടെ ഞാൻ പറഞ്ഞ അവസാനിക്കും. ഇപ്പോൾ ഈ CAG ഒരു കണക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 10 വർഷത്തെ സംസ്ഥാനത്തെ 28 സംസ്ഥാനങ്ങൾ എങ്ങനെയാണ് അവരുടെ സാമ്പത്തിക നില കമ്പയറബിൾ ആയിട്ടുള്ള ഇതിൽ. അതിൽ ഒരു കണക്ക് ഞാൻ പറയാം. നമ്മൾ വലിയ വികസനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ആ കണക്ക് ഞാൻ പറയുന്നത്, അതായത് മേജർ പ്രോജക്റ്റ് വികസന പ്രോജക്റ്റുകൾക്ക് ചിലവാക്കുന്ന തുക 28 സംസ്ഥാനങ്ങളും ചിലവാക്കുന്നു. അതിൽ 12 സംസ്ഥാനങ്ങൾ മൊത്തം ചിലവാക്കുന്നതിൻ്റെ ഏതാണ്ട് 10 മുതൽ 16% വരെ മൊത്തം അവരുടെ എക്സ്പെൻഡ് 10 മുതൽ 16 വരെ ചിലവാക്കുന്നു. എന്നിട്ട് കേരളത്തിൻ്റെ സ്ഥിതി എത്രയാണെന്ന് അറിയാം? 2% താഴെ. കിഫ്ബിയൊന്നുമല്ല. കിഫ്ബിയുടെ ഏത് കിഫ്ബി കൂട്ടിയാലും ഇതിനകത്ത് വരില്ല. പറയട്ടെ. അതായത് ഇന്ത്യയിലുള്ള 28 സംസ്ഥാനങ്ങളിൽ പിന്നീട് പകുതിയിലധികം സംസ്ഥാനങ്ങളും അവരുടെ മൊത്തം ചെലവാക്കിൻ്റെ 10 മുതൽ 16 വരെ മൊത്തം തുക വികസന മേജർ പ്രോജക്ട്സിന് ചിലവാക്കുന്നു. കേരളം ചിലവാക്കുന്നു 1.5%. 28 സംസ്ഥാനങ്ങളിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. 28 സംസ്ഥാനങ്ങളിൽ ഏറ്റവും പുറകിൽ ലോവസ്റ്റ് നിൽക്കുന്നു. ഇത് ഞാൻ പറയുന്നതല്ല, CAG പറയുന്ന കണക്കാണ് ഞാൻ പറഞ്ഞ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ രാവിലെ ഓരോരുത്തരും ഞങ്ങൾ കേരളം പിന്നെ ലോകത്തിന് മാതൃകയാണ്, ഞങ്ങൾ വലിയ വികസനം നടത്തുന്നു ഡേറ്റ ഇല്ല. അടിസ്ഥാന സൗകര്യ വികസനത്തിനെല്ലാം പണം ചെലവഴിക്കുന്നത് കിഫ്ബി മുഖേനയാണ്. അടിസ്ഥാന സൗകര്യ വികസനമല്ല, മേജർ പ്രോജക്ട്സിന്റെ കാര്യമാണ് പറഞ്ഞത്. അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ ഒരു 10 വർഷത്തിലേക്കുള്ള ഒരു മേജർ പ്രോജക്റ്റ് പറയൂ. അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ ഹൈവേ വികസനത്തിന് 6000 കോടി ചെലവഴിച്ചത് ഉൾപ്പെടെ മെഡിക്കൽ കോളേജുകളിൽ വരുന്ന മാറ്റങ്ങളെല്ലാം ആശുപത്രി എല്ലാം കിഫ്ബിയുടെ പണമല്ലേ? കേരളയിൽ പ്രഖ്യാപിച്ചു നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞത് മേജർ പ്രോജക്ട്സ് നമ്മൾ ബാക്കി വെക്കുന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, അതിന് കണക്കുണ്ട്, അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ശരി. ശ്രീ VK സനോജ, ഇതിപ്പോ നടപ്പാക്കാൻ കഴിയാത്തത് ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഈ ബജറ്റ് ഒരു ഗീർവാണമാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ വിമർശനം. മറുപടി എന്താണ്? അല്ല, ഒരു ഗീർവാണത്തിൻ്റെയും കാര്യമില്ലല്ലോ. ഞാനത് തുടക്കത്തിൽ പറഞ്ഞത് കഴിഞ്ഞ 10 വർഷമായി ബജറ്റ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. ആ അവതരിപ്പിച്ച ബജറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കേരളത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇപ്പോൾ കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല എന്നല്ലേ പറഞ്ഞത്. 28 സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല. കേരളത്തിൽ മേജർ പ്രൊജക്റ്റുകൾക്ക് 2% തുക മാത്രമേ നീക്കി വെക്കുന്നുള്ളൂ. എന്നാൽ നിങ്ങൾ കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യത്തിനകത്ത് വന്ന മാറ്റങ്ങൾ എന്താ നിങ്ങൾ കാണാത്തത്? കേരളത്തിലെ അടിസ്ഥാന സൗകര്യത്തിനകത്ത് വന്ന മാറ്റം കൊണ്ടാണ് 2011 മുതൽ 2016 വരെ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് കേരളത്തിലെ IT കയറ്റുമതി എന്ന് പറഞ്ഞാൽ 8500 കോടി മാത്രമായിരുന്നു. ആ 8500 കോടിയിൽ നിന്ന് 26,252 കോടിയിലേക്ക് കേരളത്തിലെ IT രംഗത്ത് കയറ്റുമതി നടന്നിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വികസന കാര്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പിന്നെ നിങ്ങൾ ഈ മറ്റു പല കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പം എത്ര വീടുകളാണ് ഇപ്പോൾ ഇവിടെ നിർമ്മിച്ചു കൊടുത്തത്? 5,25,000 നമ്മളൊരു ബജറ്റ് ചർച്ചയ്ക്ക് വരുമ്പോൾ ഇതിൽ കുറച്ച് കീവേഡ്സ് ഉണ്ട്. അതായത് മേജർ പ്രോജക്ട്സ് എന്ന് പറഞ്ഞാൽ മേജർ പ്രോജക്ട്സ് തന്നെയാണ്, അതിൽ അടിസ്ഥാന സൗകര്യ വികസനം അല്ല വരിക. നമ്മൾ ഈ പറയുന്ന ഭവന നിർമ്മാണം എന്ന് പറയുന്നത് മേജർ പ്രോജക്ട്സ് അല്ല. ഞാൻ പറയട്ടെ, അതെ
ഞാൻ പറയട്ടെ, മേജർ പ്രൊജക്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കിയിട്ടുള്ള പദ്ധതികളെ ഇകഴ്ത്തി കാണിക്കാൻ, അതിനെ തമസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ ബജറ്റിനെ മുൻനിർത്തിയിട്ട് ചർച്ച നടത്തിയിട്ട് കേരളം ഒന്നിനും കൊള്ളാത്ത നാടാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നോക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യതിരിക്തമായി കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ള ജനങ്ങളുടെ ജീവിതത്തെ ഏറ്റവും സാരമായി ബാധിച്ച ഉജ്ജ്വലമായ പദ്ധതികൾ, അത് ലൈഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഞാൻ പറയുന്നത് മറ്റേത് സംസ്ഥാനത്ത് ഇത്രയും തുക കൊടുത്തിട്ടുണ്ട്? ഇപ്പോൾ കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനകത്ത് കിഫ്ബി വഴി 90,000 കോടി രൂപ ചെലവഴിച്ചില്ലേ? ആ പണം ചെലവഴിച്ചപ്പോൾ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഞാനിപ്പോ ചർച്ചയിൽ കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല എന്നൊരു പരാമർശം എവിടെയില്ല. ചർച്ചയുടെ അജണ്ടയും അത് അങ്ങനെയല്ല. അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. അങ്ങനെ കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല എന്നൊരു പറച്ചിൽ ഇവിടെ ഉണ്ടായിട്ടില്ല. ഈ ചർച്ചയുടെ ഞാൻ നിങ്ങൾ പറഞ്ഞതല്ല പറഞ്ഞത്. എനിക്ക് തൊട്ട് മുന്നേ ചർച്ചയിൽ പങ്കെടുത്ത ആൾ പറഞ്ഞത് കേരളം എല്ലാ കാര്യത്തിലും പിറകിലാണ്. മറ്റ് 28 സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് CAGയുടെ റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട്. കേരളത്തിൽ മേജർ പ്രോജക്റ്റുകളൊന്നും ഇല്ല. അതുകൊണ്ട് കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ കേരളത്തിൽ മേജർ പ്രോജക്റ്റിലെ സ്പെൻഡിങ്ങിൽ നമ്മൾ 28 സംസ്ഥാനങ്ങളിൽ പുറകിലാണ് എന്നുള്ളതാണ്. അല്ല എങ്കിൽ അങ്ങ് പറയൂ, ഈ പറയുന്ന സ്റ്റേറ്റ് വൈസ് പെർസെന്റേജ് എന്നതിൽ നമ്മൾ പുറകിലാണ്, ഏറ്റവും പുറകിലാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ് ആ കാര്യങ്ങൾ ഇവിടെ ഈ സമയത്ത് പറയുന്നത് ചോദിച്ചാൽ, കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല. ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ബജറ്റ് തന്നെ ഒരു പ്രകടന പത്രികയായിട്ട് മാറിയിരിക്കുന്നു എന്നെല്ലാമുള്ള കാര്യങ്ങൾ പലരും പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഇങ്ങനൊരു വാദം മുന്നോട്ട് വെക്കുന്നത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ മേജർ പ്രോജക്റ്റുകളെക്കാൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കേരളത്തിലെ സാധാരണക്കാരന്റെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ പ്രഖ്യാപനത്തെയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തമസ്കരിക്കാൻ വേണ്ടിയിട്ട് ചില വാദഗതികൾ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. മറ്റത് ശബരിനാഥ് പറഞ്ഞത് കേരളത്തിന് മിസ്മാനേജ്മെന്റ് എന്നാണ്. മിസ്മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഇവിടെ കേരളത്തിൽ പുതിയ കാർ എടുത്തു എന്നാണ്. അതുപോലെ കേരളത്തിന്റെ മന്ത്രിമാരെല്ലാം ബസ് കയറി പോകാൻ നാളെ മുതൽ. അങ്ങനെ അത്ര ദുർബലമായിട്ടുള്ള വാദങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താനും കേരളത്തിലെ ക്ഷേമ ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ നല്ല നിലയിൽ മതിപ്പുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ബജറ്റ് തന്നെയാണ് ഇവിടെ അവതരിപ്പിച്ചത്. ഇതിനകത്ത് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു ബജറ്റിന് ശേഷം നടക്കുന്ന ചർച്ചകൾ രാഷ്ട്രീയ ചർച്ച എന്നതിനപ്പുറത്ത് അത് സാമ്പത്തികമായ ചില കാഴ്ചപ്പാടുകളിലൂടെ കാണേണ്ടി വരും. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അങ്ങ് തന്നെ പറഞ്ഞതുപോലെ മേജർ പ്രോജക്ട്സിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നമ്മൾ സാമൂഹ്യക്ഷേമ മേഖലയിൽ ചെലവഴിക്കുന്നു എന്നിരിക്കുക. ഇത് റിട്ടേൺ ഇല്ലാത്ത ഫണ്ടാണ്. ഇതിൽ നിന്ന് നമുക്ക് റിട്ടേൺ ഇല്ലാത്ത ഫണ്ടാണ്. നമ്മൾ മേജർ പ്രോജക്ട്സിൽ കൂടി സമാനമായോ അനുപാതികമായോ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇത് കൂടുതൽ അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ക്ഷേമ പദ്ധതികൾക്ക് നമുക്ക് വിനിയോഗിക്കാൻ കഴിയുകയുള്ളൂ. കാരണം നമുക്ക് അതിൽ നിന്ന് റിട്ടേൺ വരണം എന്നുള്ളതാണ് സമ്പദ് വ്യവസ്ഥയുടെ കാഴ്ചപ്പാടുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. രാഷ്ട്രീയമായി, സാമൂഹ്യമായി, ഒരു സോഷ്യൽ കാഴ്ചപ്പാടിലൂടെ നമുക്ക് അങ്ങനെ പറയാം. നമ്മൾ അങ്ങനെ പറയാൻ പരിശീലിപ്പിക്കപ്പെട്ടവരാണ് രാഷ്ട്രീയമായി. പക്ഷേ അതിനപ്പുറത്ത് നമുക്ക് റിട്ടേൺ വേണം. ആ റിട്ടേൺ വന്നതിനെ കുറിച്ചാണ് മാധു റിട്ടേൺ വരുന്നത് എങ്ങനെയാണ്? ഇപ്പൊ കേരളത്തിലെ വിദ്യാർത്ഥികൾ, കേരളത്തിലെ ചെറുപ്പക്കാർ എല്ലാവരും പുറത്തേക്ക് പോകുന്നു എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തെ സമ്പദ് വ്യവസ്ഥയെ അത് ബാധിക്കും. നല്ല ഉന്നത പഠനം വരെ ഈ കേരളത്തിന്റെ ചെലവിൽ, സർക്കാരിന്റെ ചെലവിൽ പഠിച്ചിട്ട് അവർ പുറത്തു പോയി ജീവിക്കുന്നു, പുറത്തേക്ക് പോകുന്നു. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. അപ്പോൾ സർക്കാർ എന്താ പറയുന്നത്? സർക്കാർ പറയുന്നത് ഇതാ നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ഞങ്ങൾ കൊടുക്കുന്നു ഒരു ഭാഗത്ത്. മറ്റൊന്ന്, നിങ്ങളൊരു ആശയവുമായി വന്നു കഴിഞ്ഞാൽ ആ ആശയത്തെ ഒരു സംരംഭമാക്കി, അതൊരു വ്യവസായമാക്കി കൂടുതൽ ആളുകൾ തൊഴിൽ കൊടുക്കുന്ന സ്റ്റാർട്ടപ്പുകളാക്കി മാറ്റാൻ ആവശ്യമായ സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി പണം ചെലവഴിക്കുകയാണ്. അപ്പൊ അങ്ങനെയെല്ലാമുള്ള മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ അത് തെറ്റാണെന്ന് പറയാൻ വേണ്ടി കഴിയും. ശരി, ശ്രീ ശബരിനാഥ്, ഇപ്പോൾ നോക്കൂ, രാഷ്ട്രീയമായ ചോദ്യമാണ് കേട്ടോ അങ്ങോട്ട് ചോദിക്കുന്നത്. ഈ നടപ്പാക്കാൻ കഴിയാത്തവ ബജറ്റിൽ പ്രഖ്യാപിച്ചു എന്നുള്ള പ്രതിപക്ഷ വിമർശനത്തിന് മുഖ്യമന്ത്രി അല്പസമയം മുമ്പ് ഫേസ്ബുക്കിൽ കുറിച്ച വരി ഇങ്ങനെയാണ്: ഇത് നിരാശയിൽ നിന്ന് ഉടലെടുത്ത ബാലിശമായ പ്രഖ്യാപനമാണ്, വിമർശനമാണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇനിയൊരു തിരിച്ചുവരവ് രാഷ്ട്രീയമായി ഇല്ല എന്നതിൽ നിന്നുള്ള വിമർശനമാണ് എന്നുള്ളതാണ് ഇടതുഭാഗത്തു നിന്ന് വരുന്നത്. ഇല്ല, നടപ്പിലാക്കാൻ കഴിയാത്ത പദ്ധതി എത്രയോ ഉണ്ട്. നമ്മൾ ലിസ്റ്റ് എടുത്താൽ തന്നെ കഴിഞ്ഞ ബഡ്ജറ്റിലും ഈ ബഡ്ജറ്റിലുമായി പറഞ്ഞ വയനാടൻ കോഫി അടക്കമുള്ള
ഇടുക്കി പ്ലാൻ അടക്കമുള്ള എത്രയോ കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ശ്രീ തോമസ് ഐസക്കിൻ്റെ സമയം മുതൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സീ പ്ലെയിൻ അടക്കമുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാ വനിതകൾക്കും എല്ലാവർക്കും 2 ലക്ഷം രൂപയോ ലാപ്ടോപ്പ് എന്നുള്ള കാര്യം എത്ര കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എത്രയോ നടക്കാത്ത കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നടപ്പിലാക്കാനുള്ള ആത്മാർത്ഥത ഉണ്ടായിട്ടില്ല. അതെല്ലാം വീണ്ടും നടപ്പിലാക്കുമെന്ന് അവസാനം ഒരു കാവൽ ബഡ്ജറ്റിൽ പറയുന്നു. അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് നമ്മൾ കാണുന്നില്ല. ഞാനിവിടെ നേരത്തെ സരോജ് പറഞ്ഞ പോലെ വാഹനം എടുത്തതിനെ ചെറുതായിട്ട് കാണുന്നതല്ല. ഞാൻ പറഞ്ഞത് ഇവിടെ SC മേഖലയിലുള്ള കുട്ടികൾക്ക് പൂർണ്ണമായ ഫണ്ട് കൊടുക്കാതെ ലൈഫ് പദ്ധതി അടക്കം 20% മാത്രം യൂട്ടിലൈസേഷൻ ചെയ്യുമ്പോൾ അതിന് പറയുന്ന കാരണം സർക്കാരിന് ഞെരുക്കമെന്നുള്ളതാണ്. പക്ഷേ ആ ഞെരുക്കം ഈ പറഞ്ഞ ധൂർത്തിനും ഇത്തറിഞ്ഞ ഫെസ്റ്റിവൽ കോലാഹലത്തിനും കാണുന്നില്ല എന്നുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള പോയിന്റ് തന്നെയാണ് പറഞ്ഞത്. അത് ജനം അംഗീകരിക്കുന്ന പോയിന്റ് കൂടിയാണ്. അപ്പോൾ എനിക്ക് പറയുവാനുള്ളത്, ഇനിയുള്ള ഈ ബഡ്ജറ്റിൽ ഈ പുതിയൊരു സർക്കാർ വരുമ്പോൾ വലിയ പ്രതിസന്ധി നമ്മുടെ UDFൻ്റെ സർക്കാരിനുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസം നമുക്കുണ്ട്. അത് വലിയൊരു നീ പറഞ്ഞ പോലെ നേരത്തെ BA പ്രകാശ് സാർ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ശമ്പള പരിഷ്കരണത്തിൻ്റെ ഒരു ഇഫക്റ്റ് മിനിമം ഒരു 5000-6000 കോടി രൂപ പെർ ഇയർ അതിനുവേണ്ടി മാത്രം മാറ്റിവെക്കേണ്ട ഒരവസ്ഥയുണ്ട്. പിന്നെ ഇവർ ചെയ്ത വേറൊരു കാര്യം, ഇവിടെ 90000 കോടി രൂപയുടെ വികസന പദ്ധതികൾ കിഫ്ബിയിൽ നടത്തിയെന്ന് പറയുമ്പോൾ ഞാൻ കണക്കുകൾ നോക്കി. കിഫ്ബിയിൽ ഇതുവരെ ഇവർ പ്രഖ്യാപിച്ചിട്ടുള്ള 1000 പദ്ധതികൾ ആണ് 60,000 കോടി രൂപ 70,000 കോടി രൂപയുടെ 1000 പദ്ധതികളാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2016 കിഫ്ബി പ്രഖ്യാപിക്കുമ്പോൾ ശ്രീ തോമസ് ഐസക്ക് പറഞ്ഞത് ഈ പദ്ധതിയെല്ലാം പെട്ടെന്ന് ചെയ്യുമ്പോൾ അത് ഭാവിയിൽ ചെയ്യുന്നതിനേക്കാളും ചെലവ് കുറയുന്നുള്ളതാണ്. അപ്പോൾ സംഭവിച്ചിരിക്കുന്നത് 21,000 കോടി രൂപയുടെ പദ്ധതികൾ മാത്രമേ ഇതിന് ബില്ല് മാറിയിട്ടുള്ളൂ. 10 വർഷം കൊണ്ട് 21,000 കോടി എന്ന് പറയുമ്പോൾ ഒരു വർഷം 2,000 കോടിയുടെ പദ്ധതികൾ മാത്രമേ ഇതുവരെ ബില്ല് മാറിയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ പ്ലാൻ ഫണ്ടിൽ നിന്ന് എല്ലാ വർഷവും 2,000-3,000 കോടിക്ക് പദ്ധതി നടക്കുന്നത് പോലെ തന്നെ അതിന് പകരം 2,000 കോടി രൂപയ്ക്ക് കിഫ്ബിന്ന് പദ്ധതി നടന്നു. ഇനി ഇതിന് അപകടം എന്താണെന്നറിയാമോ? ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികൾ അങ്ങ് പ്രഖ്യാപിച്ച് പോയേക്കാണ്. ഈ നേരത്തെ സനോജ് പോലെ 90,000 പ്രഖ്യാപിച്ച് പോയിരിക്കുകയാണ്. അതിന് 50,000 കോടി രൂപയുടെ പണം തിരികെ അടക്കേണ്ടി വരുന്ന അടുത്ത സർക്കാരിനാണ്. ഈ പ്രഖ്യാപിച്ച പദ്ധതികളൊക്കെ നല്ല പദ്ധതികളാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്തൊരു UDF സർക്കാർ വരുമ്പോൾ നമ്മൾ പരിഗണിക്കും. പക്ഷേ 50,000 കോടി രൂപ പുതിയൊരു സർക്കാരിന് മുകളിൽ എത്തിയിട്ട് ബുദ്ധിപരമായ വെറും 20,000 കോടി രൂപ മാത്രമേ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇത് ചിലവാക്കിയിട്ടുള്ളൂ. ഇതിൽ ഏറ്റവും വലിയ കാപട്യം എന്താണെന്ന് വെച്ചാൽ കിഫ്ബിയിൽ പണം വരുന്നത് ഡീസൽ പെട്രോൾ സെസ്സിൽ നിന്നും മോട്ടോർ വാഹന നികുതിയിൽ നിന്നുമാണ്. എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ മോട്ടോർ വാഹന നികുതിയിൽ നിന്നും കിഫ്ബി സെസ്സിൽ നിന്നും ഇതുവരെ ഏകദേശം 10-60,000 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പാർക്ക് ചെയ്തിട്ട് ആ പണം മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് അവസാനം പുതിയ വരുന്നൊരു സർക്കാരിൻ്റെ മേഖലയിൽ ഈ പറഞ്ഞ ശമ്പള പരിഷ്കരണത്തിൻ്റെ ബാധ്യതയും അതോടൊപ്പം കിഫ്ബിയിൽ ഇനിയും വരുന്ന പദ്ധതികൾ പ്ലാനിൽ ചെയ്യുന്നതിൻ്റെ ബാധ്യതയെല്ലാം കൂടെ പുതിയൊരു സർക്കാർ അവരുടെ സർക്കാരില്ലാന്ന് പൂർണ്ണമായിട്ട് വിശ്വാസമുള്ളത് കൊണ്ട് അതിന് മുകളിലേക്ക് വെക്കുന്ന ഒരു സാമ്പത്തിക തന്ത്രമാണ് കണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഈ പരിധിക്കത് നിന്നുകൊണ്ട് കൂടുതൽ വികസനം ഭാവനാപൂർണ്ണമായി ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസം UDFനുണ്ട്. എന്തായാലും ഈ ബഡ്ജറ്റിനെ ഞാൻ അദ്ദേഹം എന്തൊക്കെ പറഞ്ഞാലും 2.5 മണിക്കൂർ 3 മണിക്കൂർ പ്രസംഗിച്ചെങ്കിലും അതിൽ നമ്മളൊരു മെറിറ്റ് കാണുന്നില്ല. കാരണം അടുത്ത 35-40 ദിവസത്തിനകത്ത് ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഈ ബഡ്ജറ്റ് പാസ്സാക്കിയാലും അത് നടപ്പിലാക്കാനും അതിൻ്റെ പേപ്പേഴ്സ് പോലും വരില്ല. അതുകൊണ്ട് തന്നെ പദ്ധതികൾ പ്രഖ്യാപിച്ചത് ഇപ്പോൾ ഈ റാപ്പിഡ് നമ്മുടെ സിൽവർ ലൈനിന് ബദലായിട്ടുള്ള പദ്ധതി പറഞ്ഞു. ആ പദ്ധതിക്ക് 10 പൈസ പോലും നീക്കി വെക്കേണ്ട ആവശ്യമില്ല. കാരണം പറഞ്ഞിട്ട് പോയാൽ മതി. എന്നാൽ നടക്കാത്ത സിൽവർ ലൈനിന് വേണ്ടി 60 കോടി രൂപയാണ് ചിലവാക്കിയത്. ആലോചിച്ച് നോക്കിയേ, ഈ മഞ്ഞക്കുറ്റി വെച്ച് വഴക്കുണ്ടാക്കി വേറുണ്ടാക്കിയത് 60 കോടി രൂപയാണ് ചിലവാക്കിയത്. ആ പണം കാറ്റിപ്പോയില്ലേ? നാട്ടുകാരുടെ പണമല്ലേ? ആ പണം ഉപയോഗിച്ചിട്ട് പാവപ്പെട്ട SC ST കുട്ടികളുടെ സ്റ്റൈപ്പൻഡ് അടക്കമുള്ള അല്ലെങ്കിൽ ലൈഫ് പദ്ധതി വീടിൻ്റെ 20% മാത്രമുള്ളതിന് കൂടുതൽ കൊടുത്തുവിടായിരുന്നു. ഇതൊക്കെയാണ് ധൂർത്തുന്നില്ല എന്ന് പറയുമ്പോൾ 60 കോടി രൂപ ഇവരുടെ അഹങ്കാരത്തിൻ്റെ പേരിൽ നടത്തിയേ പറ്റൂ. കേരളയിൽ നടപ്പിലാക്കാൻ കേട്ടുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിൽ അവസാനം നടന്നത് 60 കോടി രൂപ വെള്ളത്തിൽ പോയി ആവിയായിട്ട് എന്നുള്ളതാണ്. ഇതാണ് ഞാൻ പറയുന്നത്. ആത്മാർത്ഥതയില്ല. ആത്മാർത്ഥത സർക്കാർ വരുമ്പോൾ നിങ്ങളുടെ നല്ല പദ്ധതികളും നമ്മുടെ പുതിയ പദ്ധതികളോട് കൊണ്ടുവന്ന് നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനമായി UDF മുന്നോട്ട് പോകും. ശരി, ശ്രീ PR ശിവശങ്കർ, നോക്കുമ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് പോലും കേരളത്തിൽ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി അടക്കമുള്ളവയ്ക്ക് പ്രശംസ കിട്ടിയ ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അപ്പോൾ സാമൂഹ്യ മേഖലയിൽ കേരളം നിക്ഷേപിക്കുന്നത് അത് എത്രത്തോളം വലിയ സാമ്പത്തിക പരിമിതിയിൽ നിന്നിട്ടാണ് എങ്കിൽ പോലും കേരളം ഒരു വിഹിതം അതിനു വേണ്ടി കണ്ടെത്തുന്നത്, അതിനുവേണ്ടി ഇനിയിപ്പോൾ പ്രത്യേക സെസ് ആണെങ്കിൽ എന്താണ് എങ്കിലും അതിലൂടെ പണം കണ്ടെത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് സാമൂഹ്യ മേഖലയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത്. കേന്ദ്ര സർക്കാരിന്റെ എല്ലാ ഇൻഡെക്സിലും ഏത് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സിലാണെങ്കിലും നമുക്ക് മുന്നിൽ നിൽക്കാൻ കഴിയുന്നത് നമ്മൾ ആ തരത്തിൽ ഒരു കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് കേന്ദ്രത്തിന് പോലും നമുക്ക് പുരസ്കാരങ്ങളായും പ്രശംസയുമായും ഒക്കെ നിൽക്കേണ്ടി വരുന്നത്.
അത് സൂചിപ്പിക്കുന്നത് കേന്ദ്രത്തിന് സംസ്ഥാനത്തോട് പ്രത്യേകിച്ച് ചിറ്റമ്മ നയം ഒന്നുമില്ല എന്നും സംസ്ഥാനത്തെ എല്ലാ രീതിയിലും സഹായിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ മാധു പറഞ്ഞ ഈ ഇവിടുത്തെ ഏറ്റവും അതിദരിദ്രരെ മാറ്റുന്ന കാര്യത്തിൽ നമുക്കറിയാമല്ലോ, സംസ്ഥാന ഗവൺമെൻറ് ഈ അതിദരിദ്രരെ മാറ്റി എന്ന് പറയുമ്പോൾ അത് രണ്ട് ടെൻഡുക്കൽ കമ്മിറ്റി ആയാലും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കമ്മിറ്റിയിലും ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിൽ 5 കാര്യങ്ങൾ: 1 ഭക്ഷണം, 2 ഇലക്ട്രിസിറ്റി, 3 കുടിവെള്ളം, 4 മരുന്ന് അല്ലെങ്കിൽ ആശുപത്രി ചിലവുകൾ, 5-മത്തേത് കിടപ്പാടം. ഈ 5 കാര്യത്തിലും ഭക്ഷണമായാൽ അരി, അതല്ലെങ്കിൽ ഗോതമ്പ് റേഷനാണ്. അതുപോലെ തന്നെ മരുന്നാണെങ്കിൽ അത് നമുക്കറിയാം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് അല്ലെങ്കിൽ ഈ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുണ്ട്. അതുപോലെ തന്നെ വീടിനാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയുണ്ട്, PMAY പദ്ധതിയുണ്ട്. അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതി, ജലജീവൻ മിഷനുണ്ട്. അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും സംസ്ഥാന സർക്കാർ ഈ അതിദാരിദ്ര്യ പദ്ധതി മാറ്റിയത് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി സപ്പോർട്ടോടുകൂടിയാണ്. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികൾ ഏതാണെന്ന് മാധു ചോദിച്ചപ്പോൾ അദ്ദേഹം അബദ്ധവശാൽ പറഞ്ഞത്, എനിക്കൊന്ന് ജയന്തനാണോ സനോജാണോ പറഞ്ഞൂടാ, പറഞ്ഞത് ഇവിടെ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകളുടെ വികസനം. മെഡിക്കൽ കോളേജിൻ്റെ വികസനം നോക്കൂ, 120 കോടിയുടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ വികസനത്തിൽ 100 കോടി കേന്ദ്ര സർക്കാരിൻ്റേത്. കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് 195 കോടി, 120 കോടി രൂപ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടാണ്. ആലപ്പി മെഡിക്കൽ കോളേജ് 173 കോടി, 120 കോടി കേന്ദ്ര സർക്കാരിൻ്റേത്. ഇത്തരത്തിൽ കേരളത്തിലുള്ള വികസനത്തിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ട് അനിയന്ത്രിതമായി ഏറ്റവും കൂടുതൽ, ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ ഈ കേരളത്തിന് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഞാൻ ധാരാളം കണക്കുകൾ തരാം. അടുത്തൊരു കാര്യം നോക്കൂ, കാപ്പെക്സ് ഫണ്ടിൻ്റെ കാര്യം. ഈ സെൻട്രൽ ഗവൺമെൻറ് ഈ RBIയുടെ കണക്കുകൾ പ്രകാരം സംസ്ഥാന സർക്കാർ ഈ കഴിഞ്ഞ 2 തവണയായിട്ടും ഏതാണ്ട് 0.9% മാത്രമാണ് കാപ്പെക്സ് ഫണ്ട്, വലിയ ഇതിലുള്ള കാപ്പെക്സ് ഫണ്ട് നിൽക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നോക്കൂ, 1 ലക്ഷം കോടിയാണ് UP ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗുജറാത്ത് 70,000 കോടി, മഹാരാഷ്ട്ര 90,000, തമിഴ്നാടും കൊടുക്കുന്നുണ്ട് 45,000 കോടി. ഇത്തരത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾ കാപ്പെക്സിലേക്ക് അതുപോലെ തന്നെ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് പ്രൊഡക്ഷനിലേക്ക് വേണ്ടി ചെയ്യുമ്പോൾ സംസ്ഥാന സർക്കാരിന് അത് ചെയ്യുവാനുള്ള പണമില്ല, അല്ലെങ്കിൽ അതിന് മാറ്റിവെക്കുന്നില്ല, അതിൽ ഏറ്റവും പിറകിൽ നിൽക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ഇവിടെ വിദ്യാഭ്യാസത്തിനും മറ്റുള്ളതൊക്കെ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഇൻഡസ്ട്രി ചെറുപ്പക്കാരെ വിദ്യാഭ്യാസത്തിന് പിടിച്ചു നിർത്തുമ്പോൾ അതുപോലെ തന്നെ അവർക്ക് തൊഴിൽ നൽകുവാനുള്ള ഇടങ്ങൾ നൽകുവാനുള്ള ഒരു സമ്പ്രദായം കാപ്പെക്സ് ഫണ്ടിലേക്ക് പണം നൽകുന്നില്ല. എന്നിട്ട് പറയുന്നത് ഞങ്ങൾ IT മേഖലയിൽ വലിയ വികസനം കാണിക്കുന്നു എന്ന് പറയുന്നു. IT മേഖലയിൽ നോക്കൂ, ഇവിടെ ലുലുവും അതുപോലെ തന്നെ കാർണിവൽ ഗ്രൂപ്പും ഒക്കെ ചെയ്യുന്ന വലിയ IT പാർക്കുകളല്ലാതെ ഈ സ്പേസ് ഉണ്ടാക്കുവാനായിട്ട് സംസ്ഥാന സർക്കാർ എത്ര ഫണ്ടായി കഴിഞ്ഞ 2 ടേമായിട്ട് അല്ലെങ്കിൽ 5 ബജറ്റിലേക്ക് മാറ്റിവെച്ചിട്ടുള്ളത്? അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഫണ്ട് കൊണ്ടും അതുപോലെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും, ഇപ്പോൾ ദാവോസിലേക്ക് പോയാലും ഒരു മന്ത്രി ദാവോസിൽ പോയിട്ട് എത്ര ഫണ്ടാണ് സ്ട്രെയിറ്റ് അവേ ഈ FDI വന്നിട്ടുള്ളത്? കഴിഞ്ഞ 10 വർഷമായിട്ട് FDI 1 രൂപ പോലും വന്നിട്ടില്ല എന്നല്ലേ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലും. അപ്പോൾ FDIയുടെ കാര്യത്തിലായാലും ഇത്തരം പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ല. കേരളത്തിലേക്ക് വരുന്നത് നാമമാത്രമായിട്ടെങ്കിലും ഈ കേരളീയരെ വിദേശത്തുള്ള കേരളീയർ ലുലു പോലുള്ള അല്ലെങ്കിൽ കാർണിവൽ ഗ്രൂപ്പ് പോലുള്ള ആൾക്കാർ ഈ IT പാർക്കുകളിൽ നിക്ഷേപിക്കുന്നത് കൊണ്ട് കിട്ടുന്ന ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ്, അതെടുത്തുകൊണ്ട് ഞങ്ങൾ IT ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ വരുന്നുവെന്ന് കാണിക്കുന്നു. അതുപോലെ തന്നെ ഷിപ്പ് മേഖലയിലാണെങ്കിൽ കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ ടാക്സ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. BPCLൻ്റെ കൊച്ചിൻ റിഫൈനറി, അതിൽ നിന്നുള്ള ടാക്സാണ് ഇവർക്ക് അധികമായി കിട്ടുന്നത്. ഈ എറണാകുളത്ത് നിന്ന് കിട്ടുന്ന ഇത്രയും പെർസെൻറ്റേജും പിന്നെ അതുപോലെ തന്നെ IT പാർക്കുകളിൽ നിന്ന് കിട്ടുന്ന പെർസെൻറ്റേജും കൊണ്ട് മാത്രമാണ് ഈ കഴിഞ്ഞ 2 തവണയിലും GDP ഗ്രോത്ത് കാണിച്ചിട്ടുള്ളത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാർ ഡയറക്റ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വേണ്ട മേഖലയിൽ ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും സോഷ്യൽ സെക്ടേഴ്സിലെ സാമൂഹ്യ സുരക്ഷാ പദ്ധതി ചെയ്യുന്നുണ്ട് എന്ന് അംഗീകരിക്കുന്നു. പക്ഷേ അതുപോലും ഹരിയാനയ്ക്കും അതുപോലെ തന്നെ ഡൽഹിക്കൊക്കെ പുറകിലാണ്. ഇവർ പറയുന്നത് ഈ മറ്റ് സംസ്ഥാനങ്ങളെക്കാളൊക്കെ മികച്ച സേവനമാണെന്ന് നൽകുമ്പോൾ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ പോലും മറ്റ് പല സംസ്ഥാനങ്ങളെക്കാൾ പുറകിലാണ്. 2,500-ഉം 2,000-ഒക്കെ പണ്ടേ കൊടുക്കുന്ന തെലുങ്കാനയും ശബരിനാഥിനൊക്കെ അറിയാം, കോൺഗ്രസിൻ്റെ പല ഗവൺമെൻറ്റുകളും കൊടുക്കുന്നുണ്ട്. ഇത് കേരളത്തിനും കൊടുക്കുന്നു 2,000 രൂപ വെച്ചിട്ട് എന്നേ ഉള്ളൂ. അതും ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ DBT കൊടുക്കുന്നില്ല. അതും സൊസൈറ്റി വഴി ഇവിടുത്തെ ഈ CPMൻ്റെ സിസ്റ്റം, CPMൻ്റെ ഒരു സംഘടനകളെ പോലുള്ള ഒരു ഇവിടുത്തെ അങ്ങ് പറഞ്ഞതുപോലെ കേരളത്തിന് ഏറ്റവും അധികമൊന്നുമല്ല. ഞാൻ ആദ്യത്തെ വേണമെങ്കിൽ 10 സംസ്ഥാനങ്ങൾ വായിച്ചേൽപ്പിക്കാം. കേരളത്തിനൊന്നുമല്ല ഏറ്റവും അധികം. ആ നിലയ്ക്ക് അത് കാണാനും കഴിയില്ല. ഇടവേള. തിരികെ സ്വാഗതം. ശ്രീ BA പ്രകാശ്, ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ വരുമാന വർധന നമ്മൾ മിക്കവാറും ടാക്സിലൂടെയാണ് കണ്ടെത്തുക. കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ടാക്സ് വർധന എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാത്ത മാനസ്ഥിതിയുള്ള മനുഷ്യരാണ്. നമ്മുടെ ടാക്സ് വർധനയൊക്കെ കാലാനുസൃതമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇനി അർബൻ റൂറൽ ടാക്സ് ഡിഫറൻസസ് എന്ന് പറയുന്നത് പോലും ന്യായയുക്തമല്ല. അതെങ്ങനെ പരിഹരിക്കും? ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയില്ല, കാരണം അത്ര വലിയ പ്രതിഷേധം ഉണ്ടാവും. അതായത് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ ധനകാര്യ കമ്മീഷനിലായിരുന്നു. 20 വർഷമായിട്ട്
ലോക്കൽ ഗവൺമെൻറ്റ്സിൻ്റെ പല ടാക്സും ഫീസും പിന്നീട് കൂട്ടിയിട്ടില്ല. കമ്മീഷൻ കുറേ അധികം റെക്കമെൻഡേഷൻസ് കൊടുത്തു. പിന്നീട് സർക്കാർ നടപ്പിലാക്കിയില്ല, 5 വർഷം നടപ്പിലാക്കിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് ഈ ലോക്കൽ ഗവൺമെൻറ്റ്സിന് നമ്മൾ പഠിച്ചപ്പോൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് അറിയാം, അവരുടെ ഏറ്റവും ലോവസ്റ്റ് അവിടെ ഞാനവർ 100-ലധികം ലോക്കൽ ഗവൺമെൻറ്റ്സ് ലോക്കലായിട്ട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്, അവരുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാം, ഏറ്റവും ലോവസ്റ്റ് പ്രയോറിറ്റി അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവരുടെ തനത് വരുമാനം കളക്ട് ചെയ്യാതിരിക്കുക. കാരണം എന്താണെന്ന് പറയുക, അവർ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ലോക്കലായിട്ടുള്ള ഞങ്ങളെ എലക്ട് ചെയ്ത് വിട്ടിരിക്കുന്നു, പിന്നെ അവരെ ജനത്തിൻ്റെ പോയി ടാക്സും ബാക്കിയുള്ളതൊക്കെ പിരിച്ച് അവരെ ഇതിന് നമ്മൾ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ് ഒരു സ്റ്റാൻഡേർഡ് ഒരു രാഷ്ട്രീയ രീതി. അപ്പോൾ ഇത്രയും, അതായത് കമ്മീഷൻ ഈ തരത്തിലുള്ള ഒരു റെക്കമെൻഡേഷൻ കൊടുത്തിട്ട് പോലും സർക്കാർ തയ്യാറായില്ല നടപ്പിലാക്കാൻ. ആദ്യം പറഞ്ഞു ഞങ്ങൾ എല്ലാം നടപ്പിലാക്കുന്നു എന്ന്. 5 വർഷം നടപ്പിലാക്കിയില്ല. ഒരു പക്ഷേ അത് അന്ന് ഇത് 2012-ലാണ്. അന്ന് ഇത് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഈ ലോക്കൽ ഗവൺമെൻറ്റ്സിൻ്റെയൊക്കെ തന്നെ അവരുടെ തനത് വരുമാനം എത്രത്തോളം വർദ്ധിച്ചേനെ എന്നുള്ളതാണ്. അപ്പോൾ ഈ ടാക്സിൻ്റെ കാര്യത്തിലും ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും നമ്മുടെ ഒരു പൊതുവെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അതൊന്നും കൂട്ടാൻ പാടില്ല. അതെല്ലാം നമ്മുടെ നാട്ടിലുള്ള ആളുകളെല്ലാം പാവപ്പെട്ടവരാണ്. അതുകൊണ്ട് ഒന്നും കൂട്ടാൻ പാടില്ല. അതുകൊണ്ട് പാവപ്പെട്ടവരെല്ലാം കഷ്ടപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ട് ഒന്നും കൂട്ടണ്ട. ഇതാണ് നമ്മുടെ രാഷ്ട്രീയ ഒരു നിലപാട്. അത് നശീകരണത്തിൻ്റെ നിലപാടാണ്. ശരി, ഞാൻ അങ്ങനെയൊക്കെയായിരുന്നു വരേണ്ടത്. ഞാൻ അറിയാതെ ഉടൻ തെറ്റിപ്പോയതാണ്. പക്ഷേ ഈ പ്രൊഡക്ടിവിറ്റിയെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒന്ന് ചെറുതായി തർക്കിച്ചല്ലോ. ഒരു പ്രശ്നമാണ് അത്. വർദ്ധിക്കാൻ ഉള്ള ഒരേ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് സ്റ്റേറ്റ് മിഷനറിയാണ് സർക്കാർ ജീവനക്കാരെന്ന് പറയുന്നത്. പക്ഷേ അവിടുത്തെ ഈ കെടുകാര്യസ്ഥതയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വഴി കേൾക്കുന്നതും സർക്കാർ ജീവനക്കാർ തന്നെയാണ്. ഇതിന് പരിഹാരം എന്താണ്? അല്ല, സ്വാഭാവികമായി ഇതൊരു സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് സർക്കാർ ജീവനക്കാർ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഈ ഓരോ കാലഘട്ടത്തിലും ഈ ശമ്പള പരിഷ്കരണത്തിനെ കുറിച്ച് ചിലപ്പോൾ മുമ്പ് ചർച്ച ചെയ്തല്ലോ. ശമ്പള പരിഷ്കരണ കമ്മീഷനുകളാണ് യഥാർത്ഥത്തിൽ ഈ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള കുറേ നിർദ്ദേശങ്ങൾ എല്ലാ കാലത്തും വയ്ക്കുന്നത്. ഈ 10 വർഷത്തെ ശമ്പള പരിഷ്കരണത്തെ കഴിഞ്ഞ് എല്ലാ വർഷവും സർക്കാരിൻ്റെ ഒരു വകുപ്പ് എടുത്തിട്ട് വകുപ്പിനകത്ത് ഇന്ന തസ്തികയിൽ മാറ്റം കൊണ്ടുവരണം, അവിടെ തസ്തികളുടെ എണ്ണത്തിനകത്ത് വ്യത്യാസം വരുത്തണം എന്നൊക്കെ പറയുന്നത് ശമ്പള പരിഷ്കരണ കമ്മീഷന് വലിയ മാറ്റമുണ്ട്. ഭരണപരിഷ്കാര കമ്മീഷൻ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ചില വകുപ്പുകൾ വലിയ ജോലിഭാരമുണ്ട്. ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഇപ്പോൾ നമുക്കറിയാം ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് പോലീസ്, ആരോഗ്യം, റവന്യൂ ഉണ്ട്. റവന്യൂ, പോലീസ്, ആരോഗ്യം, റവന്യൂ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, പോലീസിനകത്തുള്ള മിനിസ്ട്രി ജീവനക്കാർ അനുഭവിക്കുന്ന വിഷമതകൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. അപ്പോൾ ഈ മേഖലയിൽ കുറച്ചുകൂടി മാറ്റം വരുത്തി ജീവനക്കാർ കൂടുതൽ, നമുക്കറിയാം ഭക്ഷ്യസുരക്ഷ ഏറ്റവും അധികം പ്രയാസം, പാരിസ്ഥിതികമായി ബന്ധപ്പെട്ടിരിക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുന്ന ചില വകുപ്പുകൾ ഒരു ജീവനക്കാരുമില്ല, ഈ മൈനിങ് ആൻഡ് ജിയോളജി ഉൾപ്പെടെയുള്ള വകുപ്പുകൾ. അപ്പോൾ അത്തരം വകുപ്പുകൾ കുറച്ചുകൂടി ശാക്തീകരിച്ച് ഈ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന വകുപ്പുകൾ കൂടുതൽ ശാക്തീകരിച്ച് മുന്നോട്ട് പോകണം. ആനുപാതികമായി ജനങ്ങൾക്ക് 1000 ജനങ്ങൾക്ക് ഇത്ര സർക്കാർ ജീവനക്കാർ എന്നുള്ളത് ഇപ്പോഴും കേരളത്തിലില്ല. മാധു ഇങ്ങനെ പറയുന്നതിൽ ഇല്ല. അത് ഒരു സ്റ്റാൻഡേർഡ് കണക്കെടുത്താൽ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അത് കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യുകയാണ് വേണ്ടത്. ജോലി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വിതരണത്തിൽ ചില പ്രശ്നങ്ങളുണ്ടാകും. വിതരണം പരിഹരിക്കേണ്ടത് ഗവൺമെൻറ് ബാധ്യതയാണ്. അത് കമ്മീഷണൽ റിപ്പോർട്ടുകൾ, ഭരണപരിഷ്കാര കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ടുകൾ ശക്തമായി പഠിച്ചുകൊണ്ട് നടപ്പിലാക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ. അതിനൊന്നും എനിക്ക് തോന്നുന്നു ഒരു സംഘടനകളും, ഞാനിപ്പോൾ സംഘടനയുടെ ഭാഗമല്ലെങ്കിൽ തന്നെ ഒരു സംഘടനകളോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളോ ഒന്നും അതിനെതിരല്ല. പക്ഷേ അത് ഗവൺമെന്റ് ഇച്ഛാശക്തിയോട് ഇടപെടണം. അതിനകത്ത് ഞങ്ങൾക്ക് എതിർപ്പില്ല. ഓക്കെ, വളരെയധികം നന്ദി എല്ലാ പാനലിസ്റ്റുകൾക്കും. സംസ്ഥാന സർക്കാർ ഒരു ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. അതിനെതിരെ വിമർശനങ്ങളുണ്ട്. പക്ഷേ അത് സാമൂഹ്യക്ഷേമ മേഖലയിൽ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് കാണാതിരിക്കാനും കഴിയില്ല. പക്ഷേ അതിന് പണം കണ്ടെത്തുക എന്ന് പറയുന്ന ഉത്തരവാദിത്തം അടുത്ത സർക്കാരിൻ്റെതാണ്. അത് ആരുടേതാണ് എന്നുള്ളത് ഇലക്ഷൻ കഴിഞ്ഞാലും നമുക്ക് അറിയാൻ കഴിയുള്ളൂ. എന്നിരുന്നാലും പ്രതീക്ഷയോടുകൂടിയാണ് കേരളം അതിനെ ഉറ്റുനോക്കുന്നത്. വളരെയധികം നന്ദി.